പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബൈജു മാലക്കരയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നമ്മൾ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബൈജു മാലക്കരയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ചെങ്ങന്നൂരിനടുത്ത് മാലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെങ്ങന്നൂരിൽ നിന്ന് കോഴഞ്ചേരി പോകുന്ന റൂട്ടിലാണ് മാലക്കര എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ സഹധർമ്മിണി ബിന്ദു എന്നാണ് പേര്. ഞങ്ങൾക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒരു മകനുണ്ട്. മകന്റെ പേര് ബെവിൻ എന്നാണ്. അതാണ് ഞങ്ങളുടെ ഫാമിലിയോട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം ഓർജിട്ടുള്ള ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, വിശേഷാൽ ഇതിന്റെ മുൻനിര പ്രവർത്തകരായ എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും, വിശേഷാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോൺ അവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ TV ചാനലിലൂടെ ഞങ്ങളുടെയും ജീവിതാനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് ഇങ്ങനെ ഒരു അവസരം അരോമ TV ഞങ്ങൾക്കും ഒരുക്കിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ ഇതിന്റെ മുൻനിര പ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരുമാണ്. കർത്താവ് ഈ പ്രവർത്തനത്തെ ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ അവർക്കും ഉപകാരപ്പെടത്തക്ക വിധത്തിൽ കർത്താവ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, തുടർന്നും ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ എന്നെ ഈ TV പ്രോഗ്രാമിനുമായിട്ട് ബന്ധപ്പെടുത്തിയത് സൗദി അറേബ്യയിലുള്ള കർത്താവിന്റെ ദാസി ടിജി കോശി അവറുകളാണ്. ആ പ്രിയപ്പെട്ടവരെയും ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യത്തിൽ കർത്താവിന്റെ ദാസി ടിജി കോശി എൻ്റെ മാതാവിന്റെ സഹോദരന്റെ മകളാണ്. ആ പ്രിയപ്പെട്ടവർ മുഖാന്തരമാണ് ഇങ്ങനെ ഒരു TV പ്രോഗ്രാമുമായി അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കാനും ഞങ്ങളെ കർത്താവ് നടത്തിയ വിധങ്ങളെ പറയാനും ഒക്കെ അവസരം ലഭിക്കുന്നത്. ആ പ്രിയപ്പെട്ടവരെ കർത്താവ് ധന്യമായിട്ടും ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുന്നു. അരോമ TVയെ ഞാൻ ചില ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീക്ഷിക്കുകയും ഈ പ്രോഗ്രാമിനോട് ബന്ധപ്പെട്ട് ഞാൻ ഇതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അരോമ ചാനലിലൂടെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ ധാരാളം പ്രിയപ്പെട്ടവർക്ക് ഇത് പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ ഈ പ്രോഗ്രാമിനെ കർത്താവ് വഴി നടത്തുന്നു എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയും ഈ പ്രവർത്തനത്തെ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർക്ക് ഈ പ്രോഗ്രാം ഒരു വലിയ അനുഗ്രഹമാണ്. അത് ചില ആളുകളിൽ നിന്നും തന്നെ എനിക്ക് അത് മനസ്സിലാക്കുവാനും
വളരെ യാദൃച്ഛികമായിട്ട് ചിലരോട് സംസാരിക്കുമ്പോൾ അത് എനിക്ക് ബോധ്യപ്പെടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചതിൽ അധികം സന്തോഷിക്കുന്നു. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും വന്ദനം നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ ജീവിതാനുഭവത്തിലേക്ക്, സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഏതാണ്ട് 25 വർഷം ആയി കർത്താവിന്റെ വേലക്കാരനായി തീരാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 മുതലുള്ള വർഷങ്ങളിൽ മുളക്കുഴയിലുള്ള മൗണ്ട് സയോൺ ബൈബിൾ കോളേജിൽ ബൈബിൾ സ്കൂൾ പഠനം ആരംഭിച്ച് 2023 അത് പഠനം പൂർത്തീകരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. 25 വർഷമായി കർത്താവിന്റെ വേല ചെയ്യാൻ ആരംഭിച്ചിട്ട്. ഏതാണ്ടൊരു 12 വർഷം സഭാ ശുശ്രൂഷകനായി വിവിധ സ്ഥലങ്ങളിൽ കർത്തൃവേലക്കാരനായിട്ടൊക്കെ ഇരിപ്പാൻ, ഇടയ ശുശ്രൂഷ ചെയ്യാനൊക്കെ ദൈവം അവസരം നൽകിയിരുന്നു. 2022 വരെയുള്ള സമയങ്ങൾ, 2022 മെയ് മാസം 8-ാം തീയതി വരെ ഞങ്ങളെ കുട്ടനാട്ടിൽ ആയിരുന്നു കർത്താവിന്റെ വേലക്കാരായി ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകിയത്. കുട്ടനാട്ടിൽ ഏതാണ്ട് ഒരു 6 വർഷം കാവാലം എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. അവിടെ നിന്നാണ് സഭാ ശുശ്രൂഷ അവസാനിപ്പിച്ച് ആമേൻ ഇപ്പോൾ ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വന്ന് പാർത്ത് ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യാൻ ദൈവം സന്ദർഭങ്ങൾ ഒരുക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1978 മുതലുള്ള കാലഘട്ടങ്ങളിലാണ് പെന്തക്കോസ്തിന്റെ അനുഭവം ഞങ്ങളുടെ ഭവനത്തിൽ വരുവാനിടയായത്. എൻ്റെ പിതാവിൻ്റെ 2 സഹോദരന്മാർ, അതിനു മുൻപ് എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഒരു മകള്, അവരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതും കർത്താവിന്റെ നാമത്തിനു വേണ്ടി മുന്നോട്ട് വരുന്നതും ആ അമ്മയാണ്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുംബൈയിൽ സെറ്റിൽഡ് ആയിരിക്കുന്നു. അപ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ പെന്തക്കോസ്തിന്റെ അനുഭവം വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്നത് എൻ്റെ പിതാവിന്റെ നേരെ ഇളയ സഹോദരനും അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള സഹോദരൻ, അവർ രണ്ടുപേരും കൂടെയാണ് പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച ഒരു കൂട്ടായ്മയിൽ കടന്നു പോവുകയും ആ കൂട്ടായ്മയിൽ പിന്നീട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി വളരെയധികം ശക്തിയോടെ പിന്നത്തേതിൽ പ്രയോജനപ്പെടാൻ ദൈവം അവർക്ക് സന്ദർഭം നൽകുന്നത്. അതിനുശേഷമാണ് എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി തുടങ്ങിയവരെല്ലാം പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടവന്നത്. ശരിക്കും പറഞ്ഞാല് ഈ പെന്തക്കോസ്തുകാരനെന്നും പെന്തക്കോസ്തുകാരി എന്നൊക്കെ പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമമായ ഒരു പദം പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നതിലാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ഞാൻ എൻ്റെ പ്രസംഗ വേളകളിലെല്ലാം അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പെന്തക്കോസ്തുകാരനും പെന്തക്കോസ്തുകാരിയും ഞാൻ ചിലപ്പോഴൊക്കെ തമാശയിൽ പറയാറുണ്ട്. പെന്തക്കോസ്ത് കാർ എന്ന് പറഞ്ഞൊരു കമ്പനി ഇല്ല, അങ്ങനെ ഒരു കമ്പനിയും ഇല്ല, അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ്തിന്റെ അനുഭവമാണ്. സത്യത്തിൽ ഈ അനുഭവം നമ്മുടെ ഭവനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, അത് നമ്മുടെ വീടുകൾക്ക്, കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് അതൊരു ഭയങ്കര വ്യത്യസ്ത അനുഭവമായിരിക്കും. അത് ഒരു അസാധാരണ നിയോഗമായിരിക്കും. അതിന് ഒരു
സംശയവും വേണ്ട എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കപ്പെട്ട പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയും. 1978 എന്റെ പിതാവിന്റെ സഹോദരന്മാർ ആദ്യമായിട്ട് ആരാധന കൂട്ടായ്മകളിൽ സമ്മേളിക്കുന്നത് ഇന്നും നിലകൊള്ളുന്ന PMG എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് എന്നറിയപ്പെടുന്ന ട്രിവാൻഡ്രം ബേസ് ചെയ്ത് നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ കീഴിലായിരുന്നു അന്ന് അവർ മുൻപോട്ട് വരുവാനിടയായത്. അന്ന് രാത്രിയിൽ കൂടപ്പെട്ട യോഗത്തിൽ വെച്ച് എൻ്റെ പിതാവിന്റെ രണ്ടാമത്തെ സഹോദരന്റെ മേൽ ഒരു ദൈവിക വിടുതൽ ഉണ്ടാകുകയും പിന്നത്തേതിൽ അദ്ദേഹം കർത്താവിന്റെ വേലക്കാരനായി മാറി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1994 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു സുവിശേഷകനായിട്ട്, മാത്രമല്ല രോഗശാന്തിക്ക് വേണ്ടി അദ്ദേഹം വളരെ തീവ്രമായി നിൽക്കുകയും 94 അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയുണ്ടായി. അവർക്ക് ലഭിച്ചതായ വെളിച്ചം സത്യത്തിൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി. എൻ്റെ പിതാവിന്റെ പിതാവ്, മറ്റ് സഹോദരങ്ങൾ, അപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3 or 4 ശുശ്രൂഷകന്മാർ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യം കൂടെയാണ്. പിന്നീട് മറ്റു കുടുംബങ്ങളിൽ ധാരാളം പ്രിയപ്പെട്ടവർ കർത്താവിന് വേലക്കാരായിട്ടുണ്ട്. PMG ഗ്രൂപ്പിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ചർച്ച് ഓഫ് ഗോഡിൽ നിൽക്കുന്നവരുണ്ട്, IPC കേന്ദ്രമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾക്ക് പലർക്കും കർത്താവിന് വേലക്കാരാകാൻ ദൈവം അവസരം നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ഓർമ്മ ഉള്ളത് മുതൽ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ, പെന്തക്കോസ്ത് ആരാധനകളിലാണ് ഞാനൊക്കെ വരുന്നത്. എൻ്റെ പിന്നിലുള്ള, ഞാനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കൊച്ചുമകൻ. അപ്പോ എന്റെ പിന്നിലുള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാവരും. അപ്പൊ അവരൊക്കെ, പിന്നത്തേതിലുള്ളവരെല്ലാം ദൈവത്തിന് സ്തോത്രം, അവരെല്ലാവരും പെന്തക്കോസ്തിന്റെ ആ അന്തരീക്ഷത്തിൽ തന്നെ വളർത്തപ്പെട്ടവരുമാണ്. അപ്പോ ഏതാണ്ട് എൻ്റെ ഓർമ്മയൊക്കെ കൃത്യമാണെങ്കിൽ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനും യേശുവിനെ തിരിച്ചറിയാനും രുചിച്ചറിയാനും, ഏതാണ്ട് ഒരു 7ാം ക്ലാസ്സിലോ 8ിലോ ഒക്കെ പഠിക്കുമ്പോൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാനും ഒക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി, സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിലുപരി ഒരു സുവിശേഷ വേലക്കാരനാകുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വാഞ്ചയായിരുന്നു. ഇന്നത്തെ തലമുറയിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് വാട്ടർ കോൾ ചെയ്യുമ്പോൾ പലരും സുവിശേഷ വേലയ്ക്ക് സമർപ്പിതരായി മുൻപോട്ട് വരുന്ന ഒരു കാഴ്ച ഇന്നത്തെ സിറ്റുവേഷനിൽ കാണുവാനില്ല. വിവിധ ക്യാമ്പുകളിലൊക്കെ ശുശ്രൂഷിക്കാറുണ്ട്. അപ്പോ ക്യാമ്പുകളിലൊന്നും തലമുറകൾ സുവിശേഷ വേലയ്ക്ക് മുൻപോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്നാൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ വളരെ ആളുകൾ കർത്താവിന്റെ വേലക്കാരാകാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. പഠനശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയണമെന്ന് ആഗ്രഹിച്ച് ബൈബിൾ സ്കൂളിലേക്ക് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ ഭവനത്തിൽ അറിയിക്കുമ്പോൾ വളരെ ശക്തിയായിട്ട്, എൻ്റെ പിതാവ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. 2011 അദ്ദേഹം സ്തോത്രം നിത്യതയിൽ പ്രവേശിച്ചത്. അപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് ബൈബിൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ പിതാവൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യും. കർത്താവിന്റെ വേലക്കാരനാകുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതണം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണമെന്നൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് എന്നെയൊക്കെ നിർത്തിയത്, ധാരാളം വാക്കുകൾ കൊണ്ട് ശക്തീകരിച്ചത്, ബലപ്പെടുത്തിയത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. എൻ്റെ പിതാവ് ഒരു സാധാരണ ലോറി ഡ്രൈവറും കൂടെ ആയിരുന്നു. വിവിധ സൈറ്റുകളിൽ എഞ്ചിനീയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം പാറ കോറയിൽ നിന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ആ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്ന ആ നിലയിൽ ഡ്രൈവിംഗ് ജോലി ചെയ്ത് ജീവിക്കുന്നയാളായിരുന്നു. പക്ഷെ കർത്താവിന്റെ വേലയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചും ഒക്കെ വലിയ
ബോധ്യമുള്ള ദൈവസഭ എന്ന് പറഞ്ഞാൽ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു വലിയ നിയോഗമുള്ള ഒരു ആളായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു സുവിശേഷ വേലയ്ക്ക് പോകാനുള്ളൊരു ഊർജം ലഭിക്കുന്ന കാലഘട്ടം. ധാരാളം ആളുകൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ ധാരാളം പ്രിയപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ചെറുപ്രായം മുതലേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവിന്റെ ദാസൻ വലിയവരും യോനാച്ചായൻ ഉൾപ്പെടെയുള്ള ധാരാളം പ്രവാചകന്മാർ, പ്രവാചക ശ്രേഷ്ഠന്മാർ, അവര് ദൈവശബ്ദങ്ങൾ അറിയിച്ച ധാരാളം കുഞ്ഞുങ്ങളോടൊക്കെ ദൈവശബ്ദം അറിയിക്കുന്ന സമയങ്ങളിലൊക്കെ എന്നെയൊക്കെ സ്പെഷ്യലായിട്ട് സുവിശേഷ വേലയ്ക്ക് വേർതിരിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ദൈവശബ്ദങ്ങളൊക്കെ അറിയിച്ചത് ഞാൻ ഇപ്പോഴും എന്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആ നിലയിലാണ് കർത്താവിന്റെ വേലക്കാരനാകാൻ ദൈവം പിന്നീട് ഭാഗ്യം നൽകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് പലരും കർത്താവിന്റെ വേലക്കാരാണെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ശക്തിയോടെ നിൽക്കണം, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. ആ ഒരു ലെവലും ആ ഒരു ചിന്തയുമാണ് ഇന്നും എന്റെ അകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സഭാ ശുശ്രൂഷകനായിരുന്നപ്പോൾ ആ നിലയിൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ള ഒരു ആവേശം. അതുകൊണ്ട് ഇരുന്നിട്ടുള്ള സഭകളിലൊക്കെ ധാരാളം ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ ഇന്നത്തെ യൗവന തലമുറകൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, ഇന്നും ഞങ്ങളൊക്കെ അവിടുന്ന് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ശുശ്രൂഷ വിട്ട് പോരുന്നിട്ടും ഇന്നും ഞങ്ങളെ വിളിച്ച് നിർദ്ദേശങ്ങൾ ചോദിക്കുന്ന ഡിസിഷൻ എടുക്കണമെങ്കിൽ അഭിപ്രായങ്ങൾ ആരായുന്ന തലമുറകൾ ഇന്നും ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അവരൊക്കെ ശക്തിയോടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആളുകൾ. ധാരാളം യൗവനക്കാരെ, എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ധാരാളം യൗവനക്കാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് തിരുമേശ കൈമാറിയിട്ടുണ്ട്, പരിശുദ്ധാത്മാഭിഷേകം. ധാരാളം യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഏതാണ്ട് ഒരു 7 വയസ്സ് 8 വയസ്സ് ഒക്കെ പ്രായമുള്ള 10 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നതൊക്കെ കാണാൻ കർത്താവ് കൃപയാൽ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരു അഭിമാനമായിട്ട് ഞാൻ കരുതുകയും കാണുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു ദേശീയ രാജ്യത്ത് ഞാൻ ഒരു ചർച്ചിന്റെ ഫാസ്റ്റിംഗ് പ്രയറിന് ശുശ്രൂഷിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ കുറെ വർഷങ്ങളായിട്ട്, ഏതാണ്ടൊരു അന്ന് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് ഒരു 48-50 വയസ്സാണ്. അദ്ദേഹം ആ പ്രാർത്ഥനയുടെ സമാപന യോഗം ഏതാണ്ട് 21ാമത്തെ ദിവസത്തിലെത്തിയിട്ടും അദ്ദേഹം അഭിഷേകം പ്രാപിക്കുന്നില്ല. അപ്പം ആ വെള്ളിയാഴ്ചത്തെ ആരാധന നടന്നുകൊണ്ടിരിക്കും. ഏറ്റവും ലാസ്റ്റ് ടൈമാണ്. അന്ന് ആരാധന കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ച് അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ആ പ്രാവശ്യത്തെ ഫാസ്റ്റിംഗ് പ്രയർ അതോടുകൂടി കഴിയാണ്. ഇദ്ദേഹം ആ യോഗത്തിൽ നിന്ന് കരയുന്നത് ഞാൻ കാണുകയാണ്. അപ്പൊ ഏതാണ്ടൊരു 48-50 വയസ്സുള്ള കർത്താവിന്റെ ദാസൻ അന്ന് ആ ആരാധനയിൽ അവസാനം അഭിഷേകം, ഏതാണ്ട് 22 പേർ അഭിഷേകം പ്രാപിച്ചതിൽ ഏറ്റവും അവസാനം അഭിഷേകം പ്രാപിച്ചത്, അങ്ങനെ ധാരാളം മുതിർന്നവരും യൗവനക്കാരും കുഞ്ഞുങ്ങളും ബാല്യക്കാരും ഒക്കെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് കാണാൻ കർത്താവ് അവസരം നൽകുന്നു. ധാരാളം ആളുകൾ സുവിശേഷ വേലയ്ക്ക് മുന്നോട്ട് വരുന്നത് ഒത്തിരി പേരല്ലെങ്കിൽ പോലും ഒരു യോഗത്തിൽ ചെയ്യുമ്പോൾ ഒരു 2-3 പേരൊക്കെ സുവിശേഷ വേലക്കാരായിട്ട് മുൻപോട്ട് വരാൻ താല്പര്യം കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു മേഖലയിലോട്ടൊക്കെ കർത്താവ് ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2022 മുതൽ 2022 ജനുവരി മാസം എന്റെ ഫസ്റ്റ് പവർവിഷനിലെ പ്രസംഗം 2022 ജനുവരി മാസം 27-ാം തീയതിയാണ്. അപ്പൊ പവർവിഷനിൽ 2022 മുതൽ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കാൻ ദൈവം അവസരം നൽകുന്നു. ലോകരാജ്യങ്ങളിലുള്ള ധാരാളം ആളുകൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷകൾ കർത്താവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ടെന്നും ദൈവത്തിന്റെ പദ്ധതി ജീവിതത്തിന്റെ അകത്ത് ഉണ്ടെന്നും മനസ്സിലാക്കി ആണ് ഞങ്ങളെ മുൻപോട്ട്. ദൈവം ഞങ്ങളെ ശരിക്കും രൂപപ്പെടുത്തി, പണിഞ്ഞു, ശക്തീകരിച്ചു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ കർത്താവ് ഈ മോശയെ ഒരുക്കി എന്നൊക്കെ പറയുന്നത് പോലെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ
ഒരു ലെവൽ എന്ന് പറയുന്നത്, എന്നോട് ദൈവദാസൻ പലരും പറഞ്ഞിട്ടുണ്ട്, ഇരമ്യാവിനെ പോലെ ഞാൻ നിന്നെ ഉപയോഗിക്കും. അപ്പൊ ഇരമ്യാവിന്റെ മിനിസ്ട്രി എന്താണ് എന്ന് ഞാൻ പഠിച്ചപ്പോഴാണ് പിന്നത്തേത് മനസ്സിലായി. ഇടിക്കാനും പൊളിക്കാനും നശിപ്പിക്കാനും പണിയാനും ഒക്കെയുള്ള ഒരു മിനിസ്ട്രിയാണ്. അപ്പം അത് സത്യമാണ്. എന്റെ ഇടയ ശുശ്രൂഷയിൽ ഞാൻ ഇടിച്ച് പൊളിച്ച് നിർമൂലമാക്കി പണിഞ്ഞ് എടുക്കുന്ന ഒരു രീതിയും ശുശ്രൂഷയും എന്റെ ശുശ്രൂഷ കാലത്ത് പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ മിനിസ്ട്രിയുടെ ലെവലുകൾ ആ നിലയിലാണ്. ധാരാളം പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ മിനിസ്ട്രി വളരെയധികം പ്രയോജനപ്പെടുത്തി. കർത്താവാണ് അതിനകത്ത് ചെയ്യുന്നതെന്നാണ് ഞാൻ അതിന്റെ ആകത്തുക പറയുന്നത്. കർത്താവാണ് അത് കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു മൈക്രോഫോണിന്റെ ജോലി മാത്രമേ സത്യത്തിൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു മൈക്രോഫോൺ എന്താണോ ചെയ്യുന്നത് അത് ഒരു നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു മീഡിയേറ്റർ എന്ന പോലെ ദൈവം അങ്ങനെയാണ് ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. 2022 വരെ സഭാ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് സന്ദർഭങ്ങൾ ഒരുക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. 2020 കോവിഡിന്റെ വലിയൊരു പ്രഹരം നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്. എന്റെ ഓർമ്മയിലുള്ളത് 2020 മാർച്ച് മാസം 8-ാം തീയതി ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച പകലത്തെ വിശുദ്ധ സഭായോഗവും രാത്രിയിൽ നടന്ന ഒരു ഭവന പ്രാർത്ഥനയും കൂടെ തീർന്നിട്ടാണ് അന്ന് ഞങ്ങൾ ശുശ്രൂഷിച്ച സഭയുടെ ആരാധനകൾ അവസാനിപ്പിച്ച് പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷമാണ് ആരാധനകളൊക്കെ ആരംഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെ കോവിഡിന്റെ ആ ഒരു വലിയ പ്രതിസന്ധി 2020 മുതൽ നമ്മുടെ കേരളത്തിൽ വ്യാപിക്കുകയുണ്ടായി. നമ്മുടെ മിക്കവാറുമുള്ള വീടുകളിലെല്ലാം കോവിഡ് വന്നിട്ടുമുണ്ട്. എല്ലാവരെയും കോവിഡ് വന്നൊരു ഹായ് പറഞ്ഞ് പോകാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ ഒരു ഭാഗത്തുണ്ട്, ഇന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒരു ഭാഗത്തുണ്ട്, അന്ന് മരണപ്പെട്ടവർ മറ്റൊരു ഭാഗം. അങ്ങനെ ഏതാണ്ട് ഒരു 3 ഗ്രൂപ്പായിട്ട് വേണം നമുക്ക് ഈ കോവിഡ് കാലത്തെ തിരിക്കാൻ പറ്റും. അപ്പൊ ഈ ഒത്തിരി പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ അതിൽ ഒക്കെ ഉൾപ്പെട്ട ആളുകളാണ് ഞാനൊക്കെ എന്ന് പറയുന്നത്. ഒത്തിരി പ്രശ്നങ്ങളൊന്നുമില്ല, കോവിഡ് വന്നിട്ടുണ്ട്. അപ്പൊ പോയത് രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ സ്മെല്ല് പോയി, മണം നമുക്ക് കിട്ടുന്നില്ല. 2, നമുക്ക് രുചി കിട്ടുന്നില്ല. അപ്പൊ ഇന്നും അങ്ങനെയൊക്കെ നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചാൽ ഉടനെ തന്നെ അപ്പൊ തന്നെ അവർ പറയും നിങ്ങൾക്ക് കോവിഡ് ആണെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് കോവിഡിന്റെ ആ ഒരു റിയാക്ഷൻ. അതാണ്, സ്മെല്ലും മണവുമില്ല, നമുക്ക് രുചിയുമില്ലാത്ത ഒരു സന്ദർഭം. അതാണ് കോവിഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതൊക്കെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയി 2020 അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമാകുന്നത്. 2020 ഡിസംബർ മാസം 20-ാം തീയതി എനിക്ക് കോവിഡ് വരുന്നു. 29-ാം തീയതി ഞാൻ പിന്നീട് ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ അന്നുണ്ടായത് പാഴ്സനേജിലേക്ക് വരുന്നു. 2020 ഡിസംബർ മാസം 29-ാം തീയതി ഞാൻ വൈകിട്ട് വീട്ടിൽ എത്തുന്നു, അല്ലെങ്കിൽ പാഴ്സനേജിൽ വരുന്നു. 30-31 ദിവസങ്ങളിൽ പാഴ്സനേജിൽ തന്നെ താമസിക്കുന്നത്. അതാണ് 7 ദിവസം കൂടെ നമ്മൾ അവിടെ താമസിക്കേണ്ടതാണ്. അങ്ങനെയാണ് അതിന്റെ അന്നത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ പാഴ്സനേജിൽ താമസിക്കുന്നു. എന്റെ വൈഫും എന്റെ കൂട്ടത്തിൽ അന്ന് അവിടെ ഉണ്ട്, ആ പാഴ്സനേജിലുണ്ട്. എന്റെ അന്ന് ഞങ്ങളുടെ മൂത്ത മകളും മകനുമുണ്ട്. അവര് എന്റെ മദർലോ, എന്റെ വൈഫിന്റെ അമ്മയും ഞങ്ങളുടെ കൂടെ അന്നുണ്ട്. അന്ന് അവര് ഞങ്ങളുടെ ചർച്ചിന് തൊട്ടടുത്തൊരു വീട്ടിലേക്ക്, ഞാൻ അന്ന് അവിടേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇവരെ തൊട്ടടുത്തൊരു വീട്ടിലേക്ക് അവരെ മാറ്റുന്നതിന് വൈഫ് മാത്രം അവിടെ നിൽക്കുന്നു. 2021 ജനുവരി മാസം 1-ാം തീയതി പ്രഭാതത്തിൽ ഏതാണ്ട് 5:30 മണിക്ക് ആ ഭവനത്തിലെ അവിടുത്തെ സഹോദരി എന്റെ വൈഫിനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു, ഇതുപോലെ ആന്റി, നിങ്ങളുടെ എന്റെ മൂത്ത മകൾക്ക് ഒരു ശ്വാസം മുട്ടൽ പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നു. ഞാനാണ് എന്റെ കാറും എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് എന്റെ മകളെ വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ തൊട്ടടുത്തൊരു ക്ലിനിക് ഉണ്ട്. അപ്പൊ ഇവളെ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ചെറിയൊരു ശ്വാസമുട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ കാറിനകത്ത് കയറ്റി അവിടേക്ക് ഒരു 5-6 മിനിറ്റ് സഞ്ചരിച്ചു ആ ചെറിയൊരു ക്ലിനിക്കിലേക്ക് എത്തുന്നു. ആ ക്ലിനിക്കിൽ എത്തിയിട്ട് അപ്പോഴേക്ക് ഇവർക്ക് ഏതോ ഒരു തലവേദന പോലെ അനുഭവപ്പെടുന്നു. അങ്ങനെ അവരൊരു മെഡിസിനെ കൊടുത്തു.
അങ്ങനെ കുറെ സമയം അവിടെ നമ്മൾ ചെലവഴിച്ചിട്ട് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ക്ലിനിക്കാണ്, രാവിലെ പനിയോ ബുദ്ധിമുട്ടോ ഒക്കെ ആയിട്ട് വന്ന ഒരാൾ പറഞ്ഞു, ഇവിടെ ഒത്തിരി നേരം നിങ്ങൾ നിൽക്കാതെ മറ്റെവിടെങ്കിലും ഒന്ന് കൊണ്ടുപോകും, കുഞ്ഞിനെ കുറെ നേരമായിട്ട് തലവേദന ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുഞ്ഞിനെ വിളിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ക്ലിനിക്കിൽ വെച്ച് സംഭവിച്ചതായ ഒരു കാര്യം, ഈ കുഞ്ഞിന് മെഡിസിൻ ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ഇവളവിടെ കുറച്ചു നേരം ഉറങ്ങുന്നു. അതിനിടയ്ക്ക് ഇവർക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എന്റെ വൈഫോളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെയും വന്ന് ആ കട്ടിലെ തന്നെ കിടന്നു. ഏതാണ്ട് കുറെ സമയം കഴിയുമ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു, മോളെ നമുക്ക് എന്നാ പോകാം, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഇവളെ ഞാൻ എഴുന്നേപ്പിക്കണം. അപ്പൊ ഇവിടെ അനങ്ങുന്നില്ല. അപ്പൊ ഇവള് അനങ്ങാതെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ തട്ടി എഴുന്നേപ്പിച്ച ഉടനെ ഇങ്ങനെ പേടിച്ച് കണ്ണു തുറക്കുന്നത് പോലെ ഇവളിങ്ങനെ കണ്ണു തുറന്ന് അങ്ങനെ തിക്കും ബക്കും നോക്കി. എന്നിട്ട് അവൾ എന്നോട് അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഡാഡാ എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം, മാത്രമല്ല എനിക്ക് നോട്ട്സ്, അന്ന് 5ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്, നോട്ട്സ് കുറെ എനിക്ക് തീർക്കാനുണ്ട്, അതെല്ലാം ഒന്ന് തീർക്കണം. സത്യത്തിൽ അവളുടെ നോട്ട്സുകളെല്ലാം കൃത്യമായ സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം കൃത്യമാക്കി അപ്പൊ തന്നെ അവള് അയച്ചു കൊടുക്കുന്ന ഒരു രീതി അന്ന് ആ സമയത്ത് അവൾക്കുണ്ട്. അപ്പൊ അതെല്ലാം സത്യത്തിൽ ക്ലിയർ ആയിട്ടിരിക്കണം. എന്തോ ആ സമയത്തെ ഓർമ്മ കൊണ്ട് പറയുന്നതായിരിക്കാം അങ്ങനെ. അതാണ് ഏറ്റവും അവസാനമായിട്ട് സംസാരിച്ചത്. പിന്നീട് ഞാൻ അവളെ എഴുന്നേൽപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ എന്റെ മകള് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി താഴേക്ക് പോവുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ എളുപ്പം വാരിയെടുത്ത് വണ്ടിക്കകത്തേക്ക് കയറ്റിയിട്ട് അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ, ഒരു 3-3.5 കിലോമീറ്ററോളം യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് ഞങ്ങൾ വേഗത്തിൽ പോകാൻ. അവിടേക്ക് ഓടിച്ചെന്നു. വണ്ടിക്കകത്ത് ഇവള് അൺകോൺഷ്യസ് ആയിട്ട്, അപ്പൊ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ അൺകോൺഷ്യസ് ആയി. അപ്പൊ ഇവളെ അൺകോൺഷ്യസ് ആയി എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവളെ കാറിനകത്തുനിന്ന് ആ ഹോസ്പിറ്റലിൽ അവിടേക്ക് ചെന്നപ്പോൾ കാറിനകത്തുനിന്ന് ഇവളെ ഞാൻ വാരിയെടുത്ത്, എന്റെ ചില ആരോഗ്യമുണ്ട് അവൾക്ക്, അപ്പൊ അവളെ ഞാൻ എളുപ്പം വാരിയെടുത്ത് അവിടുത്തെ സ്ട്രെച്ചറിലേക്ക് കടത്തുകയാണ്. അപ്പൊ അവളെ കൊണ്ടുപോയി നോക്കി, ഓക്സിജൻ ലെവലൊന്നും പ്രശ്നമില്ല. പക്ഷെ ആൾ അൺകോൺഷ്യസ് ആയി എന്നതുകൊണ്ട് ഡോക്ടർ എളുപ്പം വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്കൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം, നമുക്ക് ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു നമ്മളെ അവിടുന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ഏതാണ്ട് ഒരു 9:30 മണി 10 മണിയോളമായി ആ സമയത്തേക്ക് നിങ്ങൾ വേഗത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ പല ആവർത്തി ഇങ്ങനെ തട്ടി വിളിച്ചിട്ടൊന്നും ആൾ എഴുന്നേൽക്കുന്നില്ല. അപ്പൊ എന്റെ സഹോദരിയുമായിട്ട്, എന്റെ ഓൺ സിസ്റ്ററുമായിട്ട് ഇവള് ഒരു നല്ല ഒരു അറ്റാച്ച്മെന്റ്, എന്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും പറയാനും ഒക്കെ അവരങ്ങനെ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇവളെ ഞാൻ വിളിച്ചു, എടി ഇവള് പിന്നെ സംസാരിക്കുന്നില്ല, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, നീ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ഞാൻ കാണിച്ചു. പക്ഷെ അവള് വിളിച്ചിട്ടും ആൾക്ക് ഒരു ശ്വാസം മാത്രം ഇങ്ങനെ എടുക്കുന്ന ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടുന്ന് ഞങ്ങള് ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വേഗത്തിൽ വാഹനത്തിൽ കയറ്റി ഞങ്ങൾ തിരുവല്ലയിലുള്ള ബിലിവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ വേഗത്തിൽ കൊണ്ടുവരികയാണ്. ബിലിവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അവളെ കൊണ്ടുവന്നു. അവിടെ എത്തി കുഞ്ഞിനെ ഞാൻ തന്നെയാണ് കാറിനകത്തുനിന്ന് എളുപ്പം ഇറക്കി സ്ട്രക്ചറിലേക്ക് കിടത്തി അവരകത്തേക്ക്. ഇപ്പോഴത്തേക്കും ചില ഡോക്ടേഴ്സ്, അവിടുത്തെ ഡോക്ടർ തന്നെ വിളിക്കുകയും പല ഡോക്ടേഴ്സ് നമ്മൾ വരുന്നതും കാത്ത് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ചില ആളുകളുമായിട്ട് വിളിച്ച കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് കൊണ്ട് ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാൻ ദൈവം സന്ദർഭം നൽകി. വേഗത്തിൽ അവളെ അകത്തേക്ക് അവർ കൊണ്ടുപോയി. അവരകത്തേക്ക് കൊണ്ടുപോയി, ആൾ അൺകോൺഷ്യസ് ആണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി അവര് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വേഗത്തിൽ നോക്കുമ്പോൾ ആളിങ്ങനെ അൺകോൺഷ്യസ്, 10 വയസ്സുള്ള ഒരു കൊച്ച് അൺകോൺഷ്യസ് ആയിട്ട് വന്നു എന്ന കാരണത്താൽ ഹോസ്പിറ്റലുകാർക്ക് പല സംശയങ്ങളാണ്. അവർക്ക് സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന പല സംശയങ്ങളുണ്ട്. അപ്പൊ അവർ ആ സംശയം വെച്ചിട്ട് പിന്നീട് നമ്മളോട് സംസാരിക്കുന്നത്, ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു, ഞാനും വൈഫും അകത്തേക്ക് പോയി. അപ്പം അവർ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ കുഞ്ഞിന് ഹേർട്ട് ചെയ്യത്തക്ക നിലയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് സത്യത്തിൽ ഒരു പാഴ്സനേജിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ പാസ്റ്റർ ആൻഡ് ഫാമിലിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഞങ്ങളുടെ വീട്ടിൽ യാതൊരു സാധ്യതകളും ഇന്ന് വരെ ഇല്ല. പിന്നെ അവൾക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവൾക്ക് അങ്ങനെ മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക്, കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ക്വാറന്റൈനിലായിരുന്നപ്പോൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എന്റെ മകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അവൾക്ക് വരാൻ സാധ്യതകളൊന്നും തന്നെ ഇല്ല. ഒരു ഹേർട്ട് ചെയ്യത്തക്ക നിലയിലുള്ള
ഒന്നും തന്നെ അവിടെ ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തൊന്നൊരു ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട, കുഞ്ഞിന് ഏതാണ്ട് 700-ലധികം ഷുഗർ ശരീരത്തിൽ കാണിക്കുന്നു, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആ 700-ലധികം ഷുഗർ അവളുടെ ശരീരത്തിൽ വല്ലാതെ നിൽക്കുന്നു. അത് നമുക്ക് മെഡിസിൻ കൊടുത്താൽ മാറ്റാൻ പറ്റുന്ന കാര്യമാണെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സ ആരംഭിക്കുന്നത്. അപ്പൊ ചികിത്സ അവിടെ അങ്ങനെ ആരംഭിച്ചു. ഏതാണ്ട് 4 ദിവസമാണ് ചികിത്സയോട് ബന്ധപ്പെട്ട് നമ്മൾ വിൽവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. 1-ാം തീയതി അഡ്മിറ്റ് ആയി 4-ാം തീയതി വരെ. അതിന് ഈ 4 ദിവസം കൊണ്ട് ഷുഗർ നോർമൽ ആകാതെ, മെഡിസിൻ കൊടുത്തിട്ടും ഷുഗർ നോർമൽ ആകാതെ ആ ഷുഗർ അങ്ങനെ തന്നെ നിൽക്കുകയും അത് പിന്നത്തേതില് തലച്ചോറിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, അത് കിഡ്നി ഫെയിലിയർ ആകാനിടയായി. അങ്ങനെ ശരീരം വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് അത് ഡോക്ടേഴ്സിന്റെ അഭിപ്രായ പ്രകാരം ചൈൽഡിന് ഉണ്ടാകുന്ന ഷുഗർ, ഈവൻ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ധാരാളം കർത്തൃദാസന്മാർ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യത്തു നിന്നും പോലും പല ആളുകൾ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മക്കളിൽ പലർക്കും 900 ഷുഗർ വരെയുള്ള കുഞ്ഞുങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അങ്ങനെ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധിയിലേക്ക്. എൻ്റെ മകൾക്ക് ഷുഗർ കൊണ്ട് വരുന്ന യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായതായിട്ട് ഡോക്ടേഴ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും മുൻപില് നേരത്തെ ചൊറിച്ചിലോ അങ്ങനെ മയങ്ങി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഡോക്ടേഴ്സ് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ അവൾക്ക് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഉണ്ടായതായിട്ടോ ഞങ്ങളുടെ അറിവിലില്ല. ഏതാണ്ട് 10 വയസ്സ് വരെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വയസ്സ് വരെ ആളിനെ ഞങ്ങള് ഒരു പനി എന്ന് പറഞ്ഞിട്ട് പോലും ആശുപത്രിയിൽ പോലും കൊണ്ടുപോയിട്ടതായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ലെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. അവള് അവിടെ മുതല് ഏതാണ്ട് 1-ാം തീയതി മുതല് ഷുഗറിന്റെ പ്രശ്നം കൊണ്ട് തലച്ചോറ് ഇത് വ്യാപിക്കുന്നു, കിഡ്നിയിലേക്ക് ഇത് ബാധിക്കുന്നു. പിന്നീട് ഉള്ള ഒരു ക്രമീകരണം എന്ന് പറഞ്ഞ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ആള് പിന്നീട് ജീവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4-ാം തീയതി വരെ അങ്ങനെ ആള് ജീവിച്ചിരിക്കുകയാണ്. 4-ാം തീയതി വരെ ജീവിച്ചിരിക്കുന്നു. 4-ാം തീയതി രാത്രി ഡോക്ടർ എന്നെ 3-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നമുക്ക് കുഞ്ഞിനൊരു അത്യാവശ്യമായിട്ട് ഒരു ഡയാലിസിസിന്റെ ആവശ്യമുണ്ട്, ഡയാലിസിസ് ചെയ്തേ പറ്റുള്ളൂ, കാരണം കിഡ്നി അതിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു ക്രമീകരണത്തിലേക്ക് വരുന്നില്ല. അപ്പൊ ഡയാലിസിസ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയുണ്ടായി. അങ്ങനെ നമ്മൾ സമ്മതിച്ചു. എന്റെ സഹോദരിമാര് പലരും നഴ്സസ് ആണ്. അപ്പൊ അവരെല്ലാം നമുക്ക് തന്ന നിർദ്ദേശം അനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഡയാലിസിസിലേക്ക് പോകണമെന്ന് അവർ നിർദ്ദേശിച്ചു എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഡയാലിസിസിലേക്ക് പോയി. ഏതാണ്ട് 4 മണിക്കൂർ ഡയാലിസിസ് നടന്നു, 3 മണിക്കൂർ ഒബ്സർവേഷൻ. ഇപ്പൊ 4-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. 4-ാം തീയതി രാത്രിയിൽ ഏതാണ്ട് 4 മണിക്കൂർ ഡയാലിസിസ് കഴിഞ്ഞു. 3 മണിക്കൂർ ഒബ്സർവേഷൻ സമയമാണ്. ഈ ഒബ്സർവേഷൻ സമയത്ത് ഏതാണ്ട് 3 മണിക്കൂറിൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അത് അവർ മെഡിസിൻ കൊടുത്തിട്ട് അവൾക്ക് റിക്കവർ ആകാൻ പറ്റി. 2ാമത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു 10:50 സമയത്താണ്, 10:50-55 സമയത്താണ്. ആ സമയം, ആ 2ാമത്തെ കാർഡിയാക് അറസ്റ്റ് അവളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയും അവള് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയും ഉണ്ടായി. 2021 സത്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ 4-ാം തീയതി രാത്രി ഏതാണ്ട് 10:55 ആയപ്പോൾ അവൾ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നു. കോവിഡ് ബാധിച്ചു മരിച്ചു എന്നുള്ളത് കൊണ്ട് അന്നത്തെ സിസ്റ്റം അനുസരിച്ച്, ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ഏതാണ്ട് 10 അടി താഴ്ചയുള്ള കുഴി കുഴിച്ച് അതിനകത്ത് കോവിഡ് പരക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഗവൺമെന്റിൽ നിന്ന് 2 ആളുകൾ വന്നിട്ട് ഈ ബോഡി ഇങ്ങനെ കാലിലോ കയ്യിലോ ഒക്കെ പിടിച്ചിട്ട് ഇപ്പൊ താഴേക്ക് തള്ളിയിടുന്ന ഒരു രീതിയിലേക്കാണ് ബോഡി അടക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ എന്നോട് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളെ അറിയിക്കണം, അതനുസരിച്ച് വേണം ഞങ്ങൾക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ എന്ന് പറയുകയുണ്ടായി. അപ്പോ അന്ന് രാത്രി ഏതാണ്ട് 11-11:30 കഴിഞ്ഞ സമയത്തേക്ക്
നമ്മുടെ ധാരാളം സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് വരികയുണ്ടായി. വന്നു. അവർക്ക് പലർക്കും നിർദ്ദേശങ്ങളൊന്നും തരാനില്ല, കാരണം അവരെ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലാത്ത സിറ്റുവേഷനാണ്. അപ്പൊ തന്നെ ചർച്ച് ബോർഡിന്റെ മുളക്കുഴ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സാറുണ്ട്, ബ്രദർ ബിനോയ് എന്ന് പറയും. അദ്ദേഹം ഒരു വളരെ ഗൗരവമായ ഒരു ഇടപെടൽ ആ സമയത്ത് നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം, എനിക്ക് സത്യത്തിൽ ഈ തിരുവല്ലായി മുനിസിപ്പാലിറ്റിക്ക് ഒരു ക്രിമിറ്റോറിയം ഉണ്ടെന്നോ ക്രിമിറ്റോറിയം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം വേഗത്തിൽ വരികയും അദ്ദേഹം ആ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും അതിന്റെ ചില ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങൾക്ക് ആ സമയത്ത് തന്ന നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചു, തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ക്രിമിറ്റോറിയത്തിൽ നമുക്ക് സംസ്കാരം നടത്തണം എന്നുള്ള നിലയിലേക്കാണ്. അപ്പൊ തന്നെ ഈ ഹോസ്പിറ്റലുകാർ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അവസാനമായിട്ട് കുഞ്ഞിനെ കാണാനുള്ള ഒരു സന്ദർഭമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 പേർക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വൈഫ് 2021 ജനുവരി മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണിക്ക് എന്റെ വൈഫിന് കോവിഡ് സ്ഥിരീകരിച്ച് അവളെ അന്ന് രാത്രി തന്നെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ആലപ്പുഴയിലാണ് ഞങ്ങൾ അന്ന് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അന്ന് ആലപ്പുഴയിലുള്ള ഗവൺമെന്റ് ക്വാറന്റൈൻ സെന്ററിലേക്ക് എന്റെ വൈഫിനെ അന്ന് പിറ്റേ ദിവസമാണ് 2-ാം തീയതി രാവിലെ വന്ന് അവരെ കൊണ്ടുപോകുകയുണ്ടായി. അപ്പൊ അവള് കോവിഡ് സെന്ററിലാണ്. സത്യത്തിൽ ഞാൻ എന്റെ വൈഫിനോടാണ് ആദ്യമായിട്ട് കുഞ്ഞ് മരിച്ചു എന്ന വിവരം ആദ്യം അറിയിക്കുന്നത് എന്റെ വൈഫിനെയാണ്. അന്ന് പിന്നെ എന്റെ വൈഫിനെ അറിയിക്കുന്നു. എന്റെ വൈഫിന് കുഞ്ഞിനെ കാണുവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വലിയ ഒരു ഭാരം ഇന്നും സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് സങ്കടം തന്നെയാണ്. എന്റെ വൈഫിന് എന്റെ കുഞ്ഞിന്റെ മുഖം അവസാനമായിട്ടൊന്ന് കാണുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചും ദൈവകൃപയിൽ ആശ്രയിച്ചും ഒക്കെ ആണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കർത്താവ് തന്നത്. എന്നാൽ എന്റെ വൈഫിന് അവസാനമായിട്ട് കുഞ്ഞിനെ, വൈഫിനെന്ന് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും തന്നെ കുഞ്ഞിനെ അവസാനമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. എന്റെ പിതാവിന്റെ ഒരു സഹോദരൻ മാത്രം കുഞ്ഞിനെ അവസാനമായിട്ട്, ഞങ്ങൾ 2 പേരാണ് കയറിപ്പോയത്. അവിടെ ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു മുറിക്കകത്ത് കുഞ്ഞിനെ അപ്പുറത്ത് മരവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ അപ്പുറത്ത് കാണുന്നു. ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് എന്റെ കുഞ്ഞിനെ അവസാനമായിട്ട് കാണുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവസാനമായിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ അവിടെ വെച്ചാണ് അവസാനമായിട്ട് കാണുന്നതും. പിന്നീട് ഈ ഹോസ്പിറ്റലില് എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് കൊണ്ട് തരുന്നത് തുണിക്കകത്ത് പൊതിഞ്ഞ് ഒരു PP കിറ്റിനകത്തേക്ക് പ്രവേശിപ്പിച്ച ഒരു അന്തരീക്ഷത്തിലാണ് എന്റെ കുഞ്ഞിനെ പിന്നീട് ബിലീവേഴ്സ് ഹോസ്പിറ്റല് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ സ്തോത്രം. അപ്പോൾ അവിടെ പിന്നീട് രാത്രി കുഞ്ഞിനെ ഏതാണ്ട് ഒരു 11:30 കഴിഞ്ഞ സമയത്തേക്ക് കൊണ്ടുവന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്കകത്തേക്ക് എന്റെ കുഞ്ഞിന്റെ ബോഡി അവിടെ സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിന്റെ സ്തോത്രം. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാത്ത ആ ഒരു സന്ദർഭ സിറ്റുവേഷൻ വളരെ എനിക്ക് ആ രാത്രിയിൽ മറക്കുവാൻ പറ്റാത്ത ധാരാളം ഉത്തരവുണ്ട്. ഒരിക്കലും എന്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടാത്ത, ഒരു പക്ഷെങ്കിൽ ആമേൻ ഒരിക്കലും എനിക്ക് മറക്കുവാൻ പറ്റാത്ത ധാരാളം ആളുകൾ എനിക്കുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവരിൽ എല്ലാവരെയും ഞാൻ എന്നും ഓർക്കുന്നു, എന്നും സ്തോത്രം ചെയ്യാറുണ്ട്. ഫോണിലൂടെയും മറ്റും വിളിച്ച ധാരാളം ആളുകൾ ദൈവത്തിന്റെ സ്തോത്രം എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും സംസാരിക്കുകയും ബലപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം പ്രിയപ്പെട്ടവരുടെ കർത്തൃദാസന്മാരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് രാത്രിയിൽ ആ ബോഡി കൊണ്ടുവന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചതിന് ശേഷം ഞങ്ങള് അന്ന് രാത്രിയിൽ എന്റെ പിതാവിന്റെ സഹോദരൻ അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് പത്തനംതിട്ടയ്ക്ക് അടുത്തൊരു സ്ഥലത്താണ്. അവിടേക്ക് ഞങ്ങൾ രാത്രി വന്ന് വിശ്രമിച്ച് പിന്നീട് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ പോയി പോലീസ് സ്റ്റേഷനിൽ പേപ്പറും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഏതാണ്ട് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയാണ് നമുക്ക് ക്രിമിറ്റോറിയത്തിൽ അവസരം ലഭിക്കുന്നത്. ക്രിമിറ്റോറിയത്തിൽ 12 മണിക്ക് ബോഡി കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു 20 മിനിറ്റ് അവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. ഞാൻ ഒരിക്കലും മറക്കാത്ത 2 ശുശ്രൂഷകന്മാരുണ്ട്. ഒന്ന് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ആലപ്പുഴയിൽ സെൻട്രൽ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ KU സാബു. അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. ഇന്ന് അദ്ദേഹം
എറണാകുളത്തെ ദൈവസഭയുടെ ശുശ്രൂഷകനുമാണ്. അപ്പോൾ തന്നെ ഒരു സെന്ററിന്റെ ശുശ്രൂഷകനും കൂടെയാണ്. ധാരാളം എന്നെ ആത്മീകമായി, ഭൗതികമായി, എന്നെ മാനസികമായി, ശാരീരികമായി ഒക്കെ കൈത്താങ്ങിയ ഒരു കർത്തൃദാസനാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്രയും ഒരു വലിയ ബന്ധം എനിക്ക് ആ ദൈവദാസൻ കുടുംബമായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകളുടെ 2 കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ട്, ആ പാഴ്സനേജിൽ, ആലപ്പുഴ ഈ ചർച്ചബോർഡിന്റെ ആ പാഴ്സനേജിൽ ഉണ്ടായിട്ടും അദ്ദേഹം എന്റെ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് അടക്കാൻ വേണ്ടി അദ്ദേഹം വന്ന് അന്നത്തെ സിസ്റ്റം അനുസരിച്ച് PPE കിറ്റ്, ഷീൽഡ് വെച്ച്, മാസ്ക് ധരിച്ച് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് വേണം ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് ശുശ്രൂഷിക്കും. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ മറന്ന് ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്റെ കുഞ്ഞിനെ അദ്ദേഹം വന്ന് ശുശ്രൂഷിച്ച് സംസ്കരിച്ചു എന്നുള്ളത് എന്നും എന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന, വരാൻ പറ്റുന്ന ധാരാളം ആളുകൾ എനിക്കുണ്ടായിരുന്നു. ഒരു വാക്ക് വിളിച്ചു ചോദിക്കാത്ത അധികാരികൾ പോലും ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സങ്കടവുമില്ല. ഒരുപക്ഷെങ്കിൽ അവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടാകാം. കേട്ടാലും എനിക്ക് സാരമില്ല. ദൈവത്തിന്റെ സ്തോത്രം. മോശയെ അടക്കുവാൻ ആരും വന്നില്ല എന്നുള്ളതും ദൈവം ഇറങ്ങി വന്ന് ദൂതഗണത്തോടുകൂടി ഇത് ചെയ്തു എന്നുള്ളതൊക്കെ പറയുന്നത് പോലെ ആ ക്രിമിറ്റോറിയത്തിനകത്ത് ഒരിക്കലും മറക്കാത്ത ആളാണ് പാസ്റ്റർ KU സാബു. മറ്റ് ശുശ്രൂഷകന്മാർ പലരും അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് അന്ന് അവിടെ നിന്ന് ശുശ്രൂഷിക്കാൻ പിന്നീട് വന്നൊരു ആളാണ് പാസ്റ്റർ D സാമുവൽ. അദ്ദേഹം PMG സഭയുടെ ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ തന്നെ അദ്ദേഹം എന്റെ പിതാവിന്റെ അപ്പന്റെ ജ്യേഷ്ഠന്റെ ഒരു മകനും കൂടെയാണ്. അപ്പൊ അദ്ദേഹവും PPE കിറ്റൊക്കെ ഇട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ അവിടെ വന്ന് നിന്ന് പാടി ശുശ്രൂഷിച്ച് ഒരു 20-25 മിനിറ്റ് ആ ശുശ്രൂഷയിൽ അവിടെ നടക്കുകയാണ്. എന്റെ സഹോദരങ്ങളായ പല പ്രിയപ്പെട്ടവരുണ്ട്. വരാൻ പറ്റുമോ എന്ന് വിളിച്ചു ചോദിച്ച ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി ആളുകൾ അവിടെ ആ സമയത്ത് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഫോണിൽ ഞങ്ങളെ ധാരാളം പ്രിയപ്പെട്ടവർ, വരാൻ പറ്റാത്ത ഒത്തിരി പേര്, വരാൻ പറ്റത്തില്ലാത്തത് കൊണ്ട്, വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വരാത്തവരുണ്ട്, വരട്ടോ എന്ന് ചോദിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളൊന്ന് വിളിക്കുമെന്ന് ചിന്തിച്ച പലരും നമ്മളെ വിളിക്കാത്ത. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, നമ്മളെ കരുതുമെന്ന് വിചാരിക്കുന്നവരാരും തന്നെ നമ്മുടെ ഒരു പ്രശ്നങ്ങളിലും നമ്മുടെ കൂടെ കാണില്ല എന്നുള്ളത് സത്യത്തിൽ എന്നെ ദൈവം അവിടെ വെച്ച് പഠിപ്പിക്കുന്നത്. ഞാൻ ചർച്ച് ബോർഡിന്റെ ശുശ്രൂഷകൻ, സഭാ ശുശ്രൂഷകനാണ്, സഭാ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ആളാണ് എന്നുണ്ടായിട്ട് പോലും എന്റെ നേതൃനിരയിലുള്ള പലരും എന്നെ ഒരു വാക്കിൽ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കുവോ, സമാധാനിപ്പിക്കുവോ ഒന്നും ചെയ്യാത്ത ഒത്തിരി ആളുകൾ എന്റെ സംഘടനയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സങ്കടവുമില്ല. കാരണം ചെയ്തില്ലാത്ത കാര്യമല്ലേ. പലരും പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു പാസ്റ്ററെ, സത്യത്തിൽ അത് ശുദ്ധ കള്ളമാണ്, വെറും കള്ളമാണ്, ഒരിക്കലും അതെനിക്ക് വിശ്വസിക്കാം. കാരണം എന്റെ ഫോണിനകത്ത് ഏതാണ്ട് 4000-ലധികം മിസ്ഡ് കോൾ മാത്രം ഉണ്ടായിരുന്നു ദേവദാസിനെ. സഹോദരങ്ങളെ, ഏതാണ്ട് 4000-ലധികം മിസ്ഡ് കോൾ മാത്രം ഉണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ധാരാളം കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എത്ര കോളുകൾ ഞാൻ സംസാരിച്ചു എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പലരും വിളിക്കാതിരുന്നപ്പോൾ, പലരും മുന്നോട്ട് വരാതിരുന്നപ്പോൾ അതിൽ ദൈവം ഏറ്റവും പ്രയോജനപ്പെടുത്തിയ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പക്ഷേ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ബ്രദർ ബിനോയ് P. അലക്സ്. അദ്ദേഹം ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫാണ്. അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ആളല്ല. അദ്ദേഹം വളരെയധികം, കാരണം എന്നോട് ആദ്യമായിട്ട് മൈജു പാസ്റ്റർ, ഈ സാമ്പത്തികം എന്നാ വരെ ഉണ്ട്, ചികിത്സയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ എന്താണ് പാസ്റ്ററുടെ കയ്യിലുള്ള സോഴ്സ് എന്നോട് ചോദിക്കുമ്പോൾ, സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാം, എന്റെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടായിരുന്നത് വെറും 8000 രൂപയാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങള് കുഞ്ഞിന്റെ ബോഡി ഏറ്റുവാങ്ങിയിട്ട് അവിടുത്തെ ലാസ്റ്റ് ബില്ല് അടച്ച് പോരുമ്പോൾ ഏതാണ്ട് ഒരു 5.5 ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ മനസ്സിലാക്കി തരുന്നത്. അത് ഓരോ സമയത്തും ദൈവത്തിന്റെ വഴികൾ എത്ര ഭയങ്കരമാണെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്.
അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ബ്രദർ എബി എന്ന് പറയുന്നത്. എബിച്ചാനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ലിവേഴ്സ് ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ വിഷയത്തിൽ വളരെ കാര്യമായിട്ട് ഇടപെട്ടു. കാരണം അത് ഒരു ശുശ്രൂഷകന്റെ കുഞ്ഞാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് വരികയും സംസാരിക്കുകയും ആ ഹോസ്പിറ്റൽ ബില്ലുകളോടൊക്കെ ബന്ധപ്പെട്ട് കോവിഡ് സമയത്ത് ആർക്കും 5 പൈസ കുറച്ച് കൊടുക്കുന്ന പരിപാടി ഇല്ല ഹോസ്പിറ്റലിന്. എന്തെങ്കിലുമൊക്കെ ലഭിച്ചാൽ ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള ചിന്തയാണ് ആ ഹോസ്പിറ്റലുള്ളത്. പക്ഷേ എബിച്ചാന്റെ ഇടപെടൽ കൊണ്ട് ഏതാണ്ട് ഒരു 65,000 രൂപ അന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് തരികയുണ്ടായി. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ 65,000 രൂപ അന്ന് കുറച്ച് തന്നിട്ടാണ് നമ്മുടെ അവസാനത്തെ ബില്ല് 1,40,000 രൂപയാണ്. ആ 1,40,000 രൂപയിൽ 65,000 രൂപ കുറച്ചുള്ള ബില്ലുകളാണ് ബാലൻസ് അവര് ആ ഹോസ്പിറ്റലുകാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അത് അങ്ങനെ ഒരു ക്രമീകരണം അവിടുത്തെ തോമസ് അച്ഛനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹവുമായിട്ട് അധിക സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു. തോമസ് അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും വളരെ ഗൗരവമായിട്ട് ഇടപെട്ട ഒരാളാണ് തോമസ് അച്ഛൻ. അപ്പൊ തോമസ് അച്ഛനും അത്രയും ശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ബിൽവേഴ്സ് ഹോസ്പിറ്റലിൽ വേഗത്തിൽ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ ഇട വന്നത്. ഡോക്ടേഴ്സൊക്കെ വളരെ ശക്തിയോടെ ഒരു ശുശ്രൂഷകന്റെ മകൾ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ പരിഗണനയും പലയിടത്തുനിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിടത്തുനിന്ന് പോലും കിട്ടാതിരുന്നപ്പോൾ കിട്ടില്ല അല്ലെങ്കിൽ എന്താകുമെന്ന് ചിന്തിച്ച സ്ഥലത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായ വാതിലുകൾ ദൈവം നമുക്ക് തുറക്കുകയാണ്. 500 രൂപ വരെ എന്റെ ആ കയ്യിൽ അയച്ചു തന്ന സഹോദരങ്ങളുണ്ട്. അതിനകത്തൊരു മെസ്സേജ്, ദൈവദാസനെ എന്റെ കയ്യിൽ 500 രൂപയുള്ളൂ, നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് സങ്കടം കൊണ്ട് വയ്യാത്തതുകൊണ്ട് ഞാനിത് അയക്കുകയാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ മറക്കാത്തൊരു ദൈവദാസനാണ് ഒരു തൃശ്ശൂരുകാരൻ ബിനോയ് ബ്രദറും ബിനോയ് പാസ്റ്ററും അദ്ദേഹത്തിന്റെ 2 മക്കളും. ആ ദൈവദാസൻ തിരുവല്ലയിലുണ്ട് ഇപ്പോൾ, അദ്ദേഹം താമസിക്കുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 2 മക്കളും എന്നെ വന്നിട്ട് എന്നെ ഫോണിൽ വിളിച്ചു, ദൈവദാസനെ നിങ്ങൾ എവിടെയാണ്, ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയില്ല. എന്നാൽ ആ ദൈവദാസൻ എന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്റെ കയ്യിൽ ഒരു പൊതി തന്നിട്ട് പറഞ്ഞു. എന്റെ കയ്യിൽ സത്യത്തിൽ ആ പൊതി എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്നു. 5,000 രൂപയായിരുന്നു ആ പൊതിക്കകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ പൊതി കിട്ടിയപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ആശ്വാസമാണ് ലഭിച്ചത്. കാരണം എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അന്തരീക്ഷം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ സഹായിക്കുന്ന വഴികൾ എത്രയോ അത്ഭുതകരമാണ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു അത്ഭുതങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കർത്താവ് കൊണ്ടുപോയത്. അങ്ങനെയാണ് ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ അവിടുന്ന് ബിൽവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് പേപ്പറുകളെല്ലാം ക്ലിയർ ആക്കി വാങ്ങിച്ച് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുപോയി 2 ശുശ്രൂഷകന്മാർ കൂടെ നിന്ന് ഞാനും കൂടെ അവിടെ നിന്ന് ആ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് സ്തോത്രം. ആ സമയത്ത് എനിക്ക് കിട്ടിയ ബലം എവിടുന്നാണ് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടി ആ ക്രിമിറ്റോറിയത്തിനകത്ത് പാടുകയും ആ ദേവദാസനും കൂടെ നിന്ന് ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോഡി ക്രിമിറ്റോറിയത്തിലേക്ക് വച്ചു കൊടുക്കുന്നത്. എന്റെ ഈ കരങ്ങൾ കൊണ്ടാണ് ഞാൻ കുഞ്ഞിന്റെ ബോഡി ആ ക്രിമിറ്റോറിയത്തിൽ 2.5 മണിക്കൂറാണ് കുഞ്ഞിന്റെ പച്ച മാംസം ആ ക്രിമിറ്റോറിയത്തിൽ തീ കൊണ്ട് കഴിയുന്നത്. 2.5 മണിക്കൂർ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. 2.5 മണിക്കൂർ നിൽക്കുക മാത്രമല്ല, ദൈവത്തിന്റെ സ്തോത്രം, അവിടെ നിൽക്കുമ്പോൾ മനസ്സ് തകർന്നും ചണ്ടുപൊട്ടിയുമാണ് അവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെങ്കിൽ എന്റെ പ്രേക്ഷകരായ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും ഒരു അപ്പന്റെ വേദന എന്തുമാത്രമാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു വലിയ ഭാരം പേറിക്കൊണ്ട് ഏതാണ്ട് 2.5 മണിക്കൂർ സമയം അവിടെ നിന്നോ എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സ്തോത്രം, പിന്നീട് അവിടുന്ന് ഞാൻ പോകുന്നത് ഞാൻ തന്നെ വാഹനം ഓടിച്ചാണ് പിന്നീട് ഞാൻ എൻ്റെ പേഴ്സണേജിലേക്ക് പോകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം അത് ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ, മാത്രമല്ല എന്റെ വൈഫിന് ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല എന്നൊരു ഭാരം ഓൾറെഡി അവളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. ഷുഗർ കുറഞ്ഞ്, പ്രഷർ കുറഞ്ഞ് അവള് വേറൊരു നിലയിലേക്ക് പോയതായിട്ടും ഇന്നത്തേതിൽ നമ്മുടെ ആലപ്പുഴയിലുള്ള ഗവൺമെന്റ് ക്വാറന്റൈൻ സെന്ററിലെ ഡോക്ടർ വിളിച്ചിട്ട് നമ്മളെ കൃത്യമായിട്ട് അറിയിക്കുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ആക്കി ബിൽവേഴ്സ് ഹോസ്പിറ്റലിന്റെ ക്വാറന്റൈനിലേക്ക് അവളെ കൊണ്ടുവരുന്നു. പിന്നീട് ഒരു 10 ദിവസം കൂടെ പിന്നീട് അവള് ഗവൺമെന്റ് ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് മാറ്റി ബിൽവേഴ്സിന്റെ ക്വാറന്റൈനിൽ കൊണ്ടുവന്ന് അവളെ പാർപ്പിച്ച്
ആ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ നേരിട്ട് കണ്ട് അവളെ ഞാൻ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഡോക്ടർ സത്യത്തിൽ എന്നോട് പറഞ്ഞത്, പാസ്റ്റർ നിങ്ങളുടെ വൈഫ് ഒരു മാനസിക രോഗി എന്നുള്ള നിലയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അവര് ആരോടും ഒന്നും മിണ്ടാത്ത അന്തരീക്ഷത്തിലാണ്. എന്റെ വൈഫിന് ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എനിക്ക് ധാരാളം സഹോദരിമാരെ എബ്രായ ലേഖനത്തിൽ ചില സഹോദരിമാരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ എനിക്ക് അരോമ ടീവിയോട് സാക്ഷ്യം പറയുമ്പോൾ 1-2 സഹോദരിമാരെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അത് 1-2 സഹോദരിമാരെന്ന് പറയുന്നത് ഒന്ന് വൺ സിസ്റ്ററാണ്, 2 കർത്താവിന്റെ ദാസി ടിജി കോശിയാണ്, പിന്നത്തേതിൽ കർത്താവിന്റെ ദാസി ഇപ്പോൾ യുഎസിലുള്ള അന്നമനയന എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസിയാണ്. പിന്നീട് കർത്താവിന്റെ ദാസി ഷീലാദാസ്, ആ കർത്താവിന്റെ ദാസി. അങ്ങനെയുള്ള ചിലരെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെയാണ് സത്യത്തിൽ എന്റെ വൈഫിനെ പല കാര്യങ്ങളും പറഞ്ഞും ഉറപ്പിച്ചും അവളോട് സംസാരിച്ചും അവളെ ശക്തീകരിച്ചും ബലപ്പെടുത്തിയും ഒക്കെ ആ ദൈവകൃപയ്ക്കകത്തേക്ക് കൊണ്ടുവരികയും. കാരണം ഈ കുട്ടനാട്ടിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ശുശ്രൂഷയല്ല. കുട്ടനാട്ടിൽ കർത്താവിന്റെ വേലക്കാരായ ഞങ്ങൾ പലയിടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ പലർക്കും കൃത്യമായിട്ട് അറിയില്ല. അധികാരികൾക്കൊന്നും അവിടുത്തെ സിറ്റുവേഷൻസ് അറിയില്ല. അവർക്ക് ഒരു സംഘടന സെറ്റാക്കിക്കൊണ്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സഭാ ശുശ്രൂഷകന് മാത്രമേ അവിടുത്തെ സിറ്റുവേഷൻസ് അറിയുന്നുള്ളൂ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് സത്യത്തിൽ ഞങ്ങൾ ഈ കുട്ടനാട്ടിൽ ശുശ്രൂഷിക്കുന്നത്. അവിടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവിടുത്തെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ബാത്റൂമിൽ, അവിടുത്തെ ടോയ്ലറ്റിനാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനകത്തുള്ള വേസ്റ്റുകൾ താഴാതെ വരും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഭയങ്കരമാണ്. അപ്പൊ അതിനൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തിയതും സത്യത്തിൽ ആ ദേശത്തെ വേല പുഷ്ടിപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ആയിരക്കണക്കിന് രൂപ ചെലവാക്കി ആ സമയത്ത് ഞങ്ങളിൽ ഉണ്ടായിരുന്ന ലഭിച്ചിട്ടുള്ള പണമെല്ലാം അതിനുവേണ്ടി ചിലവഴിച്ച് ആ സഭാഹോളും പാഴ്സനയും ആ പരിസരവും അതിന്റെ ക്രമീകരണങ്ങളൊക്കെ വൃത്തിയാക്കി ഭംഗിയാക്കി അതെല്ലാം നന്നാക്കാൻ, അതിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിന് ഞങ്ങൾ വലിയൊരു വിജയവും തന്നെ കൈവരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് പലപ്പോഴും എന്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ ശക്തിയോടെ നിന്നിട്ട് ദൈവം എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? ദൈവം എന്താ നമുക്ക് വേണ്ടി നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്? അതിന്റെ മറുപടി സത്യത്തിൽ ഞാനല്ല പറഞ്ഞത്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പറയും. അങ്ങനെയാണ് എന്റെ വൈഫ് ആ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ദർശനം അനുസരിച്ചിട്ടാണ് എന്റെ വൈഫ് പിന്നീട് ആ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നതും ചോദ്യങ്ങൾക്ക് മാറ്റം വരുന്നതും അങ്ങനെ ഒരു അസാധാരണമായ അന്തരീക്ഷത്തിലേക്ക് ദൈവം അവളെ കൊണ്ടുവരുന്നതും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും തന്നെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം അന്തരീക്ഷവും വേറൊരു ലെവലിലാണ്. കോവിഡ് ആയതുകൊണ്ട് ആരും അടുത്തു വരാത്ത സിറ്റുവേഷൻ ആണ്. ഇതൊക്കെ ആ ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ക്രിമിറ്റോറിയത്തിന്റെ അകത്ത് ഞാൻ നിൽക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ ശക്തിയോടെ എന്നോട് വാദിച്ച ഒരു വാദം, എന്റെ മിനിസ്ട്രി തീർന്നു എന്ന് പിശാച് പറഞ്ഞ് എന്നെ ഇല്ലാതെയാക്കാൻ, എന്റെ ഊർജത്തെ കെടുത്താൻ പിശാച് ശ്രമിച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളായ പല പ്രിയപ്പെട്ടവരോ, എന്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാം, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ സ്ഥലത്ത് വെച്ച് ഉണ്ടായത് കൊണ്ട് ഇനി അവിടെ കർത്താവിന്റെ വേല ചെയ്യണ്ട. കർത്താവിന്റെ വേലയെ ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ഇനി അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ട, നിങ്ങൾ അവിടെ നിന്ന് മാറണം. ധാരാളം ആളുകൾ നമ്മളോട് പറയുകയാണ്. പക്ഷെങ്കില് ഞങ്ങൾക്ക് അവിടെ നിന്ന് പിന്നീട് മാറാൻ കർത്താവ് തന്ന നിർദ്ദേശം ഏതാണ്ട് 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്. ആ 1 വർഷം കൂടെ ഞങ്ങൾ ആ സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യാൻ, ആ സ്ഥലത്ത് ആ വർഷം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ 2022 ആ സ്ഥലത്തുനിന്ന് വഴിമാറുന്നത്. സത്യത്തിൽ എനിക്ക് പറയുന്നതിൽ ലജ്ജയുണ്ട്. ഒരുപക്ഷെങ്കിൽ ആൾക്കാർ എങ്ങനെ ഇതിനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുത്തിയ ചില ആളുകൾ, അവരുടെ പേരുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്യില്ല, ചില ആളുകളുണ്ട്.
അവർ എന്റെ ജീവിതത്തിൽ എന്റെ മിനിസ്ട്രിക്ക് വളരെ വേദന വരുത്തിയവരാണ്. അതൊരിക്കലും എനിക്ക് മറക്കാൻ എന്ന് പറഞ്ഞാൽ എന്റെ ആ സിറ്റുവേഷനിൽ എന്നെ കൈത്താങ്ങേണ്ടുന്ന ചില ശുശ്രൂഷകന്മാരെന്ന് തന്നെ എടുത്തു പറയുന്നതിൽ എനിക്ക് ഒരു ലജ്ജയുമില്ല. നമ്മുടെ പല ആളുകളുടെ ഒരു പ്രശ്നം, ഇവർക്ക് പലരെയും കൈത്താങ്ങാൻ അറിയില്ല എങ്കിൽ മൗനമായിട്ടിരിക്കണമെന്ന് പ്രസംഗത്തിലൂടെ പോലും പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവർക്ക് പലരെയും ആശ്വസിപ്പിക്കാൻ അറിയില്ല. ആശ്വസിപ്പിക്കാൻ അറിയത്തില്ലാത്തവർ മൗനമായിരിക്കണം. ഇവരെ ആശ്വസിപ്പിക്കുകയല്ല, ഇവര് വല്ലാതെ മുറിപ്പെടുത്തുകയാണ്. എനിക്ക് അവരുടെ പേരുകൾ, ധാരാളം പേരുടെ പേരുകൾ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർ ഇന്ന് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എങ്ങനത്തെ പ്രതിസന്ധികളാണെന്നൊക്കെ ഞാൻ പറയാൻ പോയാൽ അതൊക്കെ ഞാൻ പ്രതികാരം പറയുന്നത് പോലെ ആയിപ്പോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ താല്പര്യമില്ല. അതൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എല്ലാ ശുശ്രൂഷകന്മാരോടും, എന്റെ പ്രിയപ്പെട്ട എന്റെ കേൾവിക്കാരെ എല്ലാവരോടും ഞാൻ പറയുന്നു, ഞാനും നിങ്ങളും കർത്താവിന്റെ വേല മാത്രമേ ചെയ്യാവൂ. ഒരു സംഘടനയുടെയും വേലക്കാരായിട്ടോ സംഘടനയുടെ പാസ്റ്ററായിട്ടോ തീരരുത്. കർത്താവിന്റെ വേല ചെയ്യണം. കർത്താവിന്റെ വേല ചെയ്താലുള്ള ഗുണം, നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. കർത്താവിന്റെ വേലക്കാരനാണെങ്കിൽ. ദൈവവേലക്കാരനല്ല, ഈ വേറെ ആരുടെയെങ്കിലും നേതാവിന്റെ വേലയെ ചെയ്യുന്നെങ്കിൽ, ഒരു സംഘടനയുടെ മുൻനിര പ്രവർത്തകന്റെ വേലയെ ചെയ്യുന്നെങ്കിൽ അവര് വരെ നിന്നെ കൈവിട്ടു പോകും. അവരൊരു പക്ഷേ നിന്റെ കഷ്ടതയിൽ നിന്നെ കൈത്താകാൻ വരില്ല. ഞാൻ തുറന്നു പറയുന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ വേല അല്ലാത്ത ഒരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നാശമുണ്ടാകും. അപ്പൊ ഈ കർത്താവിന്റെ വേലക്കാരൻ എന്നുള്ള നിലയിൽ ദൈവം എന്നെ നിർത്തി എന്നുള്ളത് കൊണ്ട് 2020 എനിക്കെതിരെ ആ ശുശ്രൂഷകന്മാർ പറഞ്ഞു പരത്തിയ ധാരാളം അപവാദങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ പുറത്തു വരാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് 2022 ജനുവരി മാസം 27-ാം തീയതി പവർ വിഷനിലൂടെ വന്ന ആദ്യത്തെ പ്രസംഗമാണ്. പവർ വിഷനിലൂടെ ആദ്യത്തെ പ്രസംഗം. ആ ആദ്യത്തെ പ്രസംഗം എന്റെ ജീവിതത്തിന്റെ വഴിയെ തിരിച്ചുവിട്ടു. ഞാൻ പിന്മാറിപ്പോയി എന്ന് വരെ പറഞ്ഞ് പരത്തിയ ആൾക്കാരുണ്ട്. കഴിഞ്ഞ മലക്കര പിന്മാറിപ്പോയി, ഇനി അയാളെ യോഗത്തിനും പ്രസംഗിക്കാനൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ശുശ്രൂഷകരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ നടുവിൽ 2022 പവർ വിഷനിലെ ആദ്യത്തെ പ്രസംഗം എന്റെ ജീവിതത്തിന്റെ വഴിയെ തിരിച്ചുവിട്ടു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 ഏതാണ്ടൊരു 6-7 മാസം കണ്ടിന്യൂ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. കർത്താവിന്റെ വഴികളാണ്. അങ്ങനെ ഓരോ മാസവും ഇപ്പം തിരക്കുകൾ കൂടി എന്നുള്ളത് സത്യമാണ്. കർത്താവിന്റെ വേലയിൽ ഏത് പാതിരാത്രിക്കും ഏത് സ്ഥലത്തും ഏത് സിറ്റുവേഷനിലും പോയി ശുശ്രൂഷിക്കത്തക്ക നിലയിലുള്ള ഒരു വലിയ ഒരു സമർപ്പണം എന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ പല ദൈവദാസന്മാരെ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ പാസ്റ്ററെ എനിക്ക് വേണ്ടി എന്ന് ചോദിച്ചത് ഫോൺ ചെയ്താൽ ഞാൻ ഇപ്പൊ ഒന്നുകിൽ വാഹനം ഓടിക്കുകയാണ്, പിന്നെ എന്നെ വിളിക്കാമോ, ഞാനല്ലേ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞവർ പലരും വഴിമാറുന്നവരാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏത് പാതിരാത്രിക്കും എനിക്ക് സിറ്റുവേഷൻ കുഴപ്പമില്ലാത്തതാണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരാളാണ് ഞാൻ. ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്നത് മാത്രമല്ല, അവർക്ക് പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ പ്രാർത്ഥിക്കും, ദൈവശബ്ദം പറയേണ്ടതാണെങ്കിൽ അങ്ങനെ കർത്താവിനെ അറിയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്. പലരും ഫോൺ എടുക്കാറില്ല, പലരും വലിയ വലിയ ആളുകളായി, അപ്പൊ അവർക്ക് ഫോൺ എടുക്കാൻ സമയമില്ല. ഞാൻ പറയുന്നു, ഇത് എന്റെ വാക്കുകൊണ്ട് ഒരാൾ ആശ്വസിക്കപ്പെടുമെങ്കിൽ, എന്നെ ഒത്തിരി വല്ലാതെ ചലിപ്പിച്ചൊരു കാര്യം, പവർ വിഷനിലെ ഒരു പ്രേക്ഷക എന്നെ തൊടുപുഴയിൽ നിന്ന് വിളിക്കുക. അവർക്ക് 2 കണ്ണും കാണില്ല. പക്ഷെ അവര് എന്റെ നമ്പര് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആരെ കൊണ്ടോ ഡയൽ ചെയ്യിപ്പിച്ച് എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ദൈവദാസനെ, അപ്പം എന്റെ പ്രസംഗങ്ങളെല്ലാം അവർ കേൾക്കാറുണ്ട്. എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് അറിയാം ഇന്നയാളാണ് പ്രസംഗിക്കുന്നത്. അപ്പോ അവിടെയുള്ള ആ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ടവർ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കി, ഇന്നയാളല്ലേ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് അവര് പ്രസംഗങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അവരെന്നോട് പല ആവർത്തി, ഞാൻ സംസാരിച്ചപ്പോൾ പല ആവർത്തി അവരെന്നോട് പറഞ്ഞു, ദൈവദാസനെ നിങ്ങളുടെ പ്രസംഗങ്ങൾ എന്നെ ശക്തീകരിക്കുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ നമ്മുടെ ഒരു വാക്കായിരിക്കും ഒരു പക്ഷെ ഒരാളിനെ ശക്തീകരിക്കുന്നത്, പുഷ്ടിപ്പെടുത്തുന്നത്, അവരെ ഉറപ്പിക്കുന്നത്, ധൈര്യപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ധൈര്യമില്ലായ്മകളിലെല്ലാം, നിങ്ങളുടെ തകർച്ചകളിലെല്ലാം, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളെ ഒരുപക്ഷെ കൈത്താങ്ങാൻ ഒരാളും വരാതിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അഭയമായിട്ട് വരും എന്ന് എന്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് തീർത്തും പറയുകയാണ്. അതിനൊരു സംശയവും ദൈവദൃഷ്ടം. എന്റെ പ്രിയപ്പെട്ട യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള സമയം കണ്ടെത്തിക്കോ. ദൈവമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിക്കോ. ദൈവരാജ്യവുമായിട്ട് നിങ്ങൾ എത്രയും സമീപത്തായിരിക്കണം, എത്രയും അടുത്ത്. എപ്പോഴും ഞാൻ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിതച്ചത് തന്നെ കൊയ്യും എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. സത്യമാണ് പ്രിയപ്പെട്ടവരെ, വിതച്ചത് തന്നെ കൊയ്യത്തുള്ളൂ. അത് നമ്മൾ എപ്പോഴും ബൈബിൾ പഠിച്ചാൽ പൗലോസിന്റെ ജീവിതത്തിൽ അതൊരു അന്വർത്ഥമായ കാര്യമാണ്. അതിന്റെ കാരണം, പൗലോസ് ഈ മതഭ്രാന്തനായിരുന്ന സമയത്ത്, മതത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ, യഹൂദനായി തന്നെ ജീവിച്ച് യഹൂദ മതത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് മുൻപോട്ട് വന്നപ്പോൾ, ഈ യഹൂദ മതത്തിൽ നിന്നും യേശുവിനെ സ്വീകരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട യേശുവിനെ വിശ്വസിച്ച് വന്നവരുണ്ട്. അപ്പം ആ സമയത്തുള്ള ആളുകളെ വലിച്ചിഴച്ച് അടിച്ച് അവശരാക്കി ഇല്ലായ്മ വരുത്താൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ആളാണ് ശൗൽ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലത്തേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിന്റെ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ മുതൽ അവസാനിച്ചപ്പോൾ വരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രഹരങ്ങളെല്ലാം അദ്ദേഹം മതത്തിന്റെ ഭ്രാന്തനായിരുന്നപ്പോൾ വിതച്ചതൊക്കെ സത്യത്തിൽ സുവിശേഷ വേളയിൽ വന്നപ്പോൾ കൊയ്തെടുത്തു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒക്കെ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു കാര്യം പറയും. അവിടെ എല്ലാം പൗലോസിന് നിൽക്കാനുള്ള ദൈവകൃപ ദൈവം നൽകിയായിരുന്നു. ഒരുപക്ഷെ മതഭ്രാന്തനായിട്ട് ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നതെങ്കിൽ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഞാൻ മതത്തിന് വേണ്ടി ഇത്രയും നിന്നിട്ട് എന്നെ ഇങ്ങനെയാണോ മതം കാണുന്നത് എന്ന് ചോദിച്ചു പോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ ദൈവകൃപയിൽ നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വിതച്ചതൊക്കെ താൻ കൊയ്തപ്പോൾ താൻ ആ കൃപയിൽ ആശ്രയിച്ച് അടിച്ചവശനായി വലിച്ചിഴച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അദ്ദേഹത്തെ ചത്തു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴും അദ്ദേഹം ചാടി എഴുന്നേറ്റ്, ശിഷ്യന്മാരുടെ നടുവിൽ ചാടി എഴുന്നേറ്റ് അടുത്ത പട്ടണങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ പ്രഹരങ്ങളെല്ലാം ആത്മാക്കളെ നേടുവാനുള്ള ശക്തിയായിട്ട് മാറുകയായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നു, ഈ വിതയ്ക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് ഏത് മനുഷ്യനുമാകട്ടെ, പാസ്റ്ററാവട്ടെ, അച്ഛനാവട്ടെ, അത് തിരുമേനിയാവട്ടെ, എന്തുമാവട്ടെ, ആരുമാകട്ടെ, ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, താഴ്മയോടെ പറയുന്നു, തൊഴുകയോടെ പറയുന്നു, നിങ്ങൾ വിതയ്ക്കരുത്, കൊയ്യാതെ പോകില്ല. വിതയ്ക്കരുത്. അത് വിശ്വാസിയായാലും പാസ്റ്ററായാലും ഉപദേശിയായാലും അത് പ്രസംഗിയായാലും കേൾക്കുന്നവനായാലും ആരായാലും വിതയ്ക്കുന്നത് കൊയ്യേണ്ടി വരും എന്ന് ഞാനും നിങ്ങളും മറക്കരുത്. എന്നെ ഈ കൊച്ചു എളിയ സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, നിങ്ങൾ വിതയ്ക്കരുത്, അത് നിങ്ങൾ കൊയ്യേണ്ടി വരും. അപ്പൊ അത് ജീവിതത്തിന്റെ വല്ലായ്മയാണ്. അനുഭവത്തിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത സന്ദർഭങ്ങളാണ്. അങ്ങനെ ഒത്തിരി അധികം പ്രതിസന്ധികൾ. 2021 എന്ന് പറയുന്നത് തകർന്നു പോകുമെന്ന് ചിന്തിച്ച ഒരു വർഷമാണ്. പക്ഷേ എന്റെ അകത്ത് ജീവൻ തന്ന് ശക്തീകരിച്ച് എന്നെ ഉദ്ധരിച്ച് പുറപ്പെടുവിച്ച് ഏതെല്ലാം വേദികളിൽ നിർത്താമോ, എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടോ അവിടെല്ലാം ദൈവം എനിക്ക് വഴികൾ തുറന്ന് വാതിലുകൾ ഓപ്പണാക്കി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ എന്നെ ഈ പ്രതിസന്ധിയിൽ എനിക്ക് ലഭിച്ച ഒരു വലിയ നിർദ്ദേശം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കുക, ദൈവമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കുക. പരിശുദ്ധാത്മാവിൻ പറയുന്നത് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നതുമായിട്ട് ഒന്ന് മുന്നോട്ട് പോകുക. അത് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ 2021 വരെ ഞാൻ ചെയ്തിട്ടുള്ള മിനിസ്ട്രിയുടെ
അടുത്തൊരു ലെവലിലോട്ട് വരാൻ 2021 തീരുമ്പോൾ ദൈവം എനിക്ക് അവസരം ഒരുക്കിയത് അടുത്തൊരു ലെവലുണ്ട്. ഞാൻ 10, 50, 30, 100 പേര്, 100-ൽ താഴെയുള്ള ആളുകളുടെ മധ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ദൈവം എന്റെ ലെവലുകൾ മാറ്റി, ദൈവം എന്റെ വഴികൾ തുറന്നു. ഞാൻ പറയുന്നത്, എവിടെയെല്ലാം അവഗണിക്കപ്പെടുകയോ ഒതുക്കപ്പെടുകയോ ഇല്ലായ്മ വരുത്താൻ ശ്രമിക്കുകയോ പിശാച് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവിടൊക്കെ ദൈവം നമുക്ക് വിശാലമായ വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു സംശയവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പിച്ചു പറയാം, എന്നോട് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ലെവലുകൾ മാറ്റാൻ ഇവിടുത്തെ ഒരാളും സമ്മതിച്ചില്ലെങ്കിലും ദൈവം വാതിലുകൾ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം എന്നെ പ്രസംഗിപ്പിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് 5-ലധികം യോഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്നെ പ്രസംഗിപ്പിക്കരുതെന്ന് പറഞ്ഞ ആളിനെ വേറെ പല സ്ഥലങ്ങളിലൂടെ കർത്താവ് അയച്ചായിരുന്നെങ്കിൽ എനിക്ക് ധാരാളം വേദികൾ പിന്നെ തുറന്ന് കിട്ടുമായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാതിലുകൾ വാക്കുകൊണ്ട് അടയ്ക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ വാതിലുകൾ ഒരാളെ എതിരിൽ നിന്ന് അടയ്ക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ വാതിലുകൾ ദൈവം തുറന്ന വാതിലുകൾ ഉലകത്തിൽ ഒരുത്തരും അടയ്ക്കാൻ പറ്റില്ല. അത് ഞാൻ അരോമ ടിവിയോടും കൂടെ പ്രവചനാത്മാവിൽ പറയുകയാണ്. നമ്മുടെ വാതിലുകൾ ദൈവം തുറന്നതാണെങ്കിൽ ആ വാതിലുകളെ അടയ്ക്കാൻ, അത് ഗമാലിയേൽ പറഞ്ഞൊരു വാക്കെന്നെ കൂടെ ശക്തീകരിക്കാറുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവികമായതാണെങ്കിൽ അത് നിലനിൽക്കും, ദൈവികമല്ലെങ്കിലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാണാൻ തുടങ്ങുന്ന 2 കാര്യമാണ്. ഒന്ന്, ദൈവികമായതും ദൈവികമല്ലാത്തതും. ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ദൈവികം എന്താണെന്നും ദൈവികം എന്തല്ലെന്നും ദൈവം തെളിയിക്കാൻ പോകും. അത് നമ്മുടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ദൈവികമായത് എന്താണ് എന്ന് തിരിച്ചറിയണം. ദൈവം എന്താണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്, ദൈവം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതും നമുക്ക് ഭാവിയെക്കുറിച്ചും ബോധമുള്ളവരാണ് നമ്മൾ. അപ്പം ആ ബോധത്തിൽ വേണം ദൈവം മുൻപോട്ട് യാത്ര ചെയ്യാൻ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും പോയി കുടുങ്ങരുതെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് എന്റെ ഒരു എളിയ എക്സ്പീരിയൻസിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശുശ്രൂഷയുടെ ലെവലുകൾക്ക് മാറ്റം വരുത്തി, എന്റെ യാത്രകൾക്ക് മാറ്റം വരുത്തി, എന്റെ സിറ്റുവേഷൻസിനെല്ലാം മാറ്റം വരുത്തി. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഈ യാത്ര ചെയ്ത് പോകുന്ന അവസരത്തിൽ വാഹനത്തിന് പിന്നാലെ ഓടി വരുന്ന നായ്ക്കൾ, അവര് ഒരു ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്ററോ ഒക്കെ ഓടി വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോഴും നമ്മള് വണ്ടി അവിടെ നിർത്തി അവരെ ആശ്വസിപ്പിക്കുകയല്ല, നമ്മൾ നമ്മുടെ വഴിയിലേക്ക് പോവുകയാണ്. പക്ഷെ ഈ ഓടി വരുന്ന നായ്ക്കൾ തിരിച്ച് ആ ജംഗ്ഷനിൽ തന്നെ എത്തുകയാണ്, അവരവിടെ തന്നെ തുടരുകയാണ്. പക്ഷെ നമ്മളോ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപോട്ട് ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ സുരേഷ് ബാബു പറഞ്ഞൊരു വാക്കെന്നെ വല്ലാതെ കാർന്ന് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് ദുബായിലോട്ട് അലറിക്കൊണ്ട് ഉയരുമ്പോൾ കെട്ടുമൂട്ടി കിടക്കുന്ന ഒരു നായി കിടന്ന് കുരച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുൻപോട്ട് പോകേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദാസനെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, എന്റെ കേൾവിക്കാരെ, നിങ്ങളെല്ലാം കേൾക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വളരെ ശക്തിയോടെ, കാരണം യേശു വരാൻ കാലം, യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. ലോക സംഭവങ്ങൾ യേശുവിന്റെ വരവിനെ വളരെയധികം വേഗത്തിൽ വരും എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ തല ഉയർത്തി നോക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം യേശു വരാൻ കാലമായി എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള, എന്റെ ഈ കൺക്ലൂഷനിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ കൈത്താഞ്ഞൊരു കർത്താവ്, ആ കർത്താവിന്റെ കരം. പ്രിയപ്പെട്ടവരെ, എന്റെ ഭാര്യ ആരോഗ്യത്തോടെ നല്ല ബലമുള്ളവളായി ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് അതുകൊണ്ട് 100 കണക്കിന് കുടുംബങ്ങളെ ശാക്തീകരിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകുന്നു. ധാരാളം പ്രിയപ്പെട്ടവർ, ഞാനതുകൊണ്ട് എന്റെ ശുശ്രൂഷകളിൽ അവർ മാറിയപ്പോൾ
ഞാൻ പറയാം, ധാരാളം യൗവനക്കാരെയും ധാരാളം കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്താണ് ഞാൻ എല്ലാ യോഗങ്ങളിലും പ്രസംഗിക്കാറുള്ളത്. അവരിൽ കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു സഭായോഗത്തിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെ 2 കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അപ്പൊ അഭിഷേകം പ്രാപിക്കുന്നു, കുഞ്ഞുങ്ങൾ വിടുതൽ അനുഭവിക്കുന്നു, കുഞ്ഞുങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുന്നു, കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലേക്ക്. അതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ അഭിഷേകം കിട്ടിയത് ഞങ്ങളുടെ കുഞ്ഞിന്റെ മരണത്താൽ. അപ്പോ ഞാൻ പറയുന്നു, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അത് ഞങ്ങളെ ശക്തീകരിച്ചു, ഞങ്ങളെ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, ഉറപ്പിച്ചു, വലിയ ദൈവശക്തിയിലേക്ക് ഞങ്ങളെ നയിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദൈവകൃപയിൽ നിലനിർത്തുകയും ചെയ്ത കർത്താവുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിച്ച് ദൈവ സാന്നിധ്യത്തിനകത്തൂടെ സഞ്ചരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് നിർദ്ദേശം തരും. ആശീർവചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകരുത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് എന്റെ കർത്താവ് ഒത്തിരി നിർദ്ദേശങ്ങളൊക്കെ കർത്താവ് എനിക്ക് തന്നിട്ടു. ഞാൻ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നു, യേശുവിനെ മാത്രം സ്തുതിക്കുന്നു, യേശുവിനല്ലാതെ ആരാധന വേറെ ആർക്കും കൊടുക്കാതെ യേശുവിന് മാത്രം കൊടുത്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആ കർത്താവിനെ പിൻപറ്റി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി, കർത്താവിന്റെ വേലയിൽ ശക്തിയുള്ളവരായി. ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്ന് പറയുകയാണ്, കർത്താവിന്റെ വേലയ്ക്കപ്പുറത്ത് മറ്റൊരു വേലയില്ല. ആമേൻ. ഇതുപോലെ പ്രതിഫലം കിട്ടുന്ന, ഇതുപോലെ സാലറി കിട്ടുന്ന, ഇതുപോലെ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് പെൻഷൻ തരുന്ന ഒരു വേല വേറെയില്ല, ശക്തമായിട്ട്. അപ്പോ എല്ലാ ദിവസവും ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, നമ്മുടെ ബാങ്ക് അത് മത്തായി സുവിശേഷത്തിലെ ബാങ്ക് ആയിരിക്കണം. മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാങ്ക് പുഴുവും തുരുമ്പും കെടുക്കാത്ത, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തൊരു ബാങ്കുണ്ട്. ആ ബാങ്കിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയാൽ അവിടുന്ന് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ വലിയ ഭാരങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ, നിന്ദകളിലൂടെ, പരിഹാസങ്ങളിലൂടെ, അപമാനങ്ങളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവവേലയ്ക്ക് ചുവല് കൊടുത്ത് ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നിത്യതയിൽ എത്തുവാൻ കഴിയും. ഭൂമിയിൽ വെച്ച് ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ കർത്താവ് നമുക്ക് തരും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആമേൻ. ഈ എളിയവനായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുകയും സാക്ഷ്യത്തിന് സന്ദർഭങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള പ്രത്യേകം നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇത് ധാരാളം പ്രിയപ്പെട്ടവർ പ്രയോജനപ്പെടട്ടെ എന്ന് വളരെ താഴ്മയായിട്ട് ആശംസിച്ചുകൊണ്ട് ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് വളരെ താഴ്മയായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 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 താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ബൈജു മാലക്കര. അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ അനുഭവങ്ങൾ, കടന്നുപോയതായ ആ വൈതരണികളിലൂടെ ഒരു പ്രാവശ്യം കൂടി തിരിഞ്ഞു നോക്കുവാൻ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കൃപ ചെയ്ത സർവശക്തനായ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്നതായ ആ പിന്നിട്ട പാതകളെന്ന് പറയുന്നത്, അത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എത്ര അത്ഭുതകരമായി ഞാൻ ഇവിടെ എത്തി എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ തിരിഞ്ഞു നോക്കാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് ഒന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ കൂടെ ഇരുന്ന് കരം പിടിച്ച് വഴി നടത്തിയതായ സർവശക്തൻ ഇന്നും കൂടെ ഇരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവരും, കൂട്ടിന് വരാമെന്ന് പറഞ്ഞവരും, കൂടെ കൂടിയവരും ആരും കൂടെ ഇല്ല എന്നുള്ള വസ്തുത ഈ തരുണത്തിൽ സ്തോത്രം. നമ്മുടെ
സ്വന്തം മാതാവോ പിതാവോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ഭാര്യയോ മക്കളോ ഒരു പക്ഷെങ്കിൽ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരും നമ്മോട് കൂടെ ഒരു പക്ഷെങ്കിൽ കണ്ടെന്ന് വരികയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പ്രസ്ഥാനത്തിലെ പ്രിയപ്പെട്ടവരോ കൂടെ പഠിച്ചവരോ ഒരു പക്ഷെങ്കിൽ നമ്മുടെ കൂടെ വരാൻ കഴിഞ്ഞെന്ന് വരും. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കോവിഡ് എന്ന് പറയുന്ന ആ മഹാമാരി നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ കണ്ണിന് മുൻപിൽ ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാതെ മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആമേനെ പിടിച്ച് കൊണ്ടുപോയപ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി. എന്നാൽ ആ സമയത്തും ദൈവത്തിൻ്റെ കരുണയുള്ള കരം, കരുതലിൻ്റെ കരം അനുഭവിച്ചറിഞ്ഞ അനേക പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ കരുണയുടെ കരം അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യമാണല്ലോ കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് തന്നിരിക്കുന്നത്. സ്തോത്രം. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനുള്ള പ്രത്യാശയാണ്. കർത്താവിൻ്റെ ദാസൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ദൈവവൈതലായി കർത്താവിൻ്റെ മകനായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഒരുക്കപ്പെട്ട് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചതുകൊണ്ട് ശമൂവേൽ ബാലൻ ആലയത്തിൽ വളർന്നു വന്നതുപോലെ കർത്താവിൻ്റെ അഭിഷേകത്താൽ അഭിഷിക്തനായി ആമേനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആമേൻ ഉപയോഗിച്ചു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. അതെ, ശമൂവേൽ എപ്രകാരം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹമായി തീർന്നോ അതുപോലെ ഇന്നും ആമേൻ കർത്താവ് തിരഞ്ഞെടുത്ത ചില പ്രിയപ്പെട്ടവരുടെ ആമേനെ ശുശ്രൂഷകൾ സഭയ്ക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൻ ദാസൻ പാസ്റ്റർ ബൈജു മലക്കരയ്ക്ക് ആമേന് അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുവാൻ, അനേക കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കുവാൻ, അനേക യൗവനക്കാരെ ഒരുക്കിയെടുക്കുവാൻ, അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുവാൻ ആമേൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചില വില അതിനുവേണ്ടി കൊടുത്തു എന്നതുകൊണ്ടാണ്. വില കൊടുക്കാതെ വിലയേറിയത് നമുക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല എന്നിരിക്കെ കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതത്തിലൂടെ ആമേൻ വിലപ്പെട്ട ചിലതിനെ കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിക്കുവാനിടയായി തീർന്നത് കൊണ്ട് ഇന്ന് അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാൻ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവമായ കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ ആമേൻ ശക്തമായി കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു ഒരു കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ സഹായിക്കേണ്ടതിനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആമേനെ 10 വയസ്സുള്ള മകൾ ആമേ കണ്ണിന് മുൻപിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുന്ന ആ നിമിഷങ്ങൾ അത് വളരെ വേഗത്തിൽ സംഭവിച്ചതും ആമേൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുമ്പോൾ ആമേൻ ആ സമയത്ത് ആമേൻ സർവശക്തനായ കർത്താവ് ആശ്വസിപ്പിച്ച ആ ദിനങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവ് ദൈവദാസിയെയും ആമേൻ കുഞ്ഞിനെയും പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ ജീവിതാനുഭവങ്ങൾ അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ജീവിതാനുഭവങ്ങൾ ഒരു ആശ്വാസത്തിന് കാരണമായി തീർന്നു എങ്കിൽ ഞങ്ങൾ ധന്യരായി. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആമേൻ ജീവിതത്തിലൊക്കെ വലിയ വിടവ് ആമേനെ കൊണ്ടുവരുവാൻ ഇടയാക്കി തീർത്തു. എന്നാൽ നമ്മുടെ കർത്താവ് ആ വിടവുകളെയൊക്കെ നികത്തി നമ്മോട് ചേർന്നിരുന്ന് അവസാന നിമിഷം വരെയും കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവേ, ഞാനിതാ അങ്ങയുടെ മുൻപാകെ അങ്ങയുടെ ആശ്വാസത്തിന്റെ ആണിപ്പിടുള്ള കരം എന്നെ സ്പർശിക്കപ്പെടേണ്ടതിനായി എന്നെ സമർപ്പിക്കപ്പെടുന്നു എന്നുള്ളതായ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ബൈജു മലക്കര അവറുകള് അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പ്രിയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് ഞങ്ങളോടും അവിടുന്ന് ഇടപെട്ടതിനായി സ്തോത്രം. അവിടുത്തെ മക്കൾ അവിടുത്തെ മുഖത്തേക്ക് വളരെ ആവേശത്തോടെ നോക്കുകയും നീ അവരുടെ മുഖത്തെ പ്രകാശിപ്പിക്കണം. അവങ്കിലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായത്. അവരുടെ മുഖമോ
ലജ്ജിച്ചു പോയില്ല എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കും. അവിടുത്തെ സാന്നിധ്യം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിയട്ടെ. അവിടുത്തെ മഹത്വം തിരിച്ചറിയട്ടെ. അവിടുത്തെ ശക്തി തിരിച്ചറിയട്ടെ. അവർ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. വിശേഷാൽ അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്തു. ഇതിലൂടെ ആമേൻ ഞങ്ങളുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. തെളിവരായി ഞങ്ങൾക്കും അങ്ങനെ ഒരു അവസരം കൂടെ പരിശുദ്ധാത്മാവ് ഒരുക്കി നൽകിയതിനായിട്ട് സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പിന്നെയും പകർന്ന് ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ദൈവകൃപയിൽ നിലനിർത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെ അനേക പ്രിയപ്പെട്ടവർ യേശുവിനെ കാണുവാനും ഇടവരുത്തേണ്ടതിന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ കർത്താവിന്റെ ദാസൻ ദാനിയേൽ ജോൺ പാസ്റ്റർക്കായി സ്തോത്രം. അവിടുത്തെ അഭിഷിക്തദാസനെ കുടുംബമായി ശുശ്രൂഷകളെ കർത്താവ് ധന്യരാക്കി കാണുന്ന ശുശ്രൂഷയിൽ ഉപയോഗിച്ചാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും പ്രാർത്ഥിച്ച് അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എളിയവരെയും കുടുംബമായി താഴ്ത്തുന്നു, ക്രൂശിന് പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ബൈജു അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കൊടുക്കാനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് വരുവോളം ആമേൻ കർത്താവിന്റെ വേല തേപ്പാൻ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തോടത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമമായി ഇവിടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ aroma.tv.co.in എന്ന വെബ്സൈറ്റിലോ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണുന്നവരിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com